ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് കൺസെപ്റ്റ് അല്ലെ. അതില് നമ്മൾ ആദ്യം ചെയ്തത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പേരുകൾ നിങ്ങൾ കൊണ്ട് ഇപ്പോൾ വീണ്ടും അല്ലെ കഴിഞ്ഞ 3 ക്ലാസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഏകദേശം ആ ഒരു ഓർമ്മ എല്ലാ ക്ലാസ്സുകളിലും വേണം. ദെൻ നെക്സ്റ്റ് ആ ടോപ്പിക്കിൽ ഉണ്ടായിരുന്ന മെയിൻ കാര്യങ്ങളിലേക്ക് വന്ന സമയത്ത് കാർബണില് സിംഗിൾ ബോണ്ട് വന്ന എന്തായിരുന്നു sp3, ഡബിൾ ബോണ്ട് വന്ന sp2, ട്രിപ്പിൾ ബോണ്ട് വന്ന sp. സിംഗിൾ ബോണ്ടിന് ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു sp3 അല്ലെ. അതിന്റെ ഷേപ്പ് എന്തായിരിക്കും ടെട്രാഹിഡ്രൽ. ഡബിൾ ബോണ്ട് വന്നാൽ എന്തായിരിക്കും sp2 ട്രയഗണൽ പ്ലാനർ. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ sp ലീനിയർ കേട്ടോ. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു അല്ലെ. അതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആവുന്ന 2 കാറ്റഗറി ഉണ്ടായി, ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ അല്ലെ. ഓപ്പൺ ചെയിൻ ആൻഡ് ക്ലോസ് ചെയിൻ. ഓപ്പൺ ചെയിൻ നമ്മൾ മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അല്ലെ. ക്ലോസ് ചെയിൻ അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്പ്. എന്തൊക്കെയായിരുന്നു? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്ലോസ് ചെയിൻ ഏതൊക്കെയായിരുന്നു? അത് ഐസോമറസാ. ഇവിടെ കേട്ടോ, ഓർത്ത് നോക്കാം. അവിടെയൊക്കെ പോയി അല്ലെ. ഓർത്ത് നോക്കാം. എന്തായിരുന്നു? ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക്. എന്തായിരുന്നു? ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് അല്ലെ. ഓക്കെ, ആലിസൈക്ലിക്കില് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഹരിപറ. ഹോമോജീനിയസ് ഒന്നുമല്ല, അവിടുത്തെ ബാക്ക് സപ്പോർട്ട് പോരാ. എന്തായിരുന്നു? ഹോമോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് അല്ലെ. അപ്പോ ഹോമോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ. ആ എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് മൾട്ടിപ്പിൾ ചോയ്സിൽ നിങ്ങൾക്ക് വരാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സിൽ ഓപ്ഷനിൽ വരുമ്പോൾ കിട്ടണം. ദെൻ ആരോമാറ്റിക്കിന് 2 ആയിട്ട് ഡിവൈഡ് ആയി. എന്തായിരുന്നു മിത്ര? 3 ശരിയാ. 3 എന്തായിരുന്നു? ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ്, പിന്നെ എന്തായിരുന്നു? ഹെട്രോസൈക്ലിക് അല്ലെ. ഓക്കെ, സിയാൻ ഓർമ്മയുണ്ടല്ലോ. എത്രയായിട്ടാ ഡിവൈഡ് ചെയ്ത്? 3 എന്ന് പറഞ്ഞു. ബെൻസിനോയിഡ്, ഹെട്രോസൈക്ലിക്. ഇടക്ക് അവിടെ പോകുമ്പോൾ കേട്ടോ. ഓക്കെ, അവിടെ നടക്ക് പെട്ടെന്ന് ഓടി വന്ന കേട്ടോ. ഓക്കെ, പുറത്ത് പോകാം. നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്തേ അറിയാതെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് പോകും. അവിടെ നിന്ന് പെട്ടെന്ന് വരണം കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? മെയിൻ ടോപ്പിക് പിന്നെ ഐസോമറിസം അല്ലെ. ഐസോമറിസിന്റെ ഡെഫിനിഷൻ ഒരേ പാറ്റേണിലാണ് നമ്മൾ എഴുതിയത്. എന്തായിരുന്നു? വെൻ 2 or more compound having the same molecular formula but different properties. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമറിസം കേട്ടോ. ഓക്കെ, അപ്പോ ഐസോമറിസിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സ്ട്രക്ചറൽ ഐസോമറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം ഫർദർ ഡിവൈഡഡ് ഇൻടു 4 ടൈപ്പ്. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞേ? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, മെറ്റാമറിസം. ഇതൊക്കെ പറഞ്ഞിട്ടാ പിടിപ്പിച്ചേ, ഓർമ്മയുണ്ടോ? ഓർത്ത് വെക്കാം. ദെൻ ഈ 4 ഐസോമേഴ്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് സ്റ്റീരിയോ ഐസോമറിസം ഫർദർ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്പ്, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം അല്ലെ. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം. അതിൽ സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ ഡെഫിനിഷൻ മീനാക്ഷി പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് അല്ലെ വിമൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് അല്ലെ. എനിക്ക് അത് തരൂ എന്നൊക്കെ ചോദിച്ചു വെച്ചതാണ്. സ്റ്റീരിയോ ഐസോമറിസം പറഞ്ഞു. കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട്, അതെനിക്ക് കിട്ടുന്നത് ഒറ്റ വേർഡാണ്. ഒറ്റ വേർഡുള്ളൂ. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ബട്ട് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ആയിട്ട് കിട്ടണം. ബട്ട് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഓക്കെ, ആരോ വന്നിട്ട് പോയ പോലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ്, ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക്. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഫണ്ടമെന്റൽ ഹെഡിങ് എഴുതി കേട്ടോ. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. എന്തൊരു ഡിസൈൻ, പേനയില്ലാത്താണോ? അവനെ അവിടെ പോയിട്ടെ ഓഫീസിന്റെ അവിടെ ഒരു ഇതുണ്ടാവും. അതിലൊരു മറ്റേ പേന ഉണ്ടാവും, അതിനകത്ത് ഉള്ള പേന എടുത്തു കേട്ടോ. ഓക്കെ, ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ, അത് ഇല്ല അത്രേ ഉള്ളൂ നമുക്ക് അവിടെ കേട്ടോ. ഓക്കെ, ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ജോമെട്രിക്കൽ ഐസോമർസും ഒക്കെ അടുത്ത ചാപ്റ്ററിലുണ്ട്. ഹൈഡ്രോ കാർബണിലുണ്ട്. ഒപ്റ്റിക്കൽ ഐസോമർസും 12th കേട്ടോ. ഓക്കെ,
ഞാൻ ആദ്യം വിചാരിച്ച് എഴുതിപ്പിക്കാമെന്നായിരുന്നേ, പിന്നെ വേണ്ട. ഓക്കെ, ആ ചാപ്റ്റർ എടുക്കുമ്പോൾ വീണ്ടും എന്തായാലും പറയാം. ഹെഡിങ് എഴുതി കേട്ടോ. ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ഫസ്റ്റ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ് എഴുതുന്നത്. ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. ഫിഷൻ കേട്ടോ, FISSION കേട്ടോ, ഫിഷൻ, FISSION, ഫിഷൻ ഓഫ് എ കോവാലന്റ് ബോണ്ട്. ഫിഷന്റെ വേറൊരു വേർഡാണ് ക്ലീവേജ് എന്ന് പറയും കേട്ടോ, ഓർത്ത് നോക്കുക. രണ്ട് ഇതുണ്ട്, ക്ലീവേജ് ഓർ ഫിഷൻ കേട്ടോ. ഓക്കെ, ഇനി ഇതിന് താഴെ ഒരു സബ് ഹെഡിങ് എഴുതി വെക്കുക, ഹെട്രോലിറ്റിക് ഫിഷൻ. സബ് ഹെഡിങ് കേട്ടോ, ഹെട്രോലിറ്റിക് ഫിഷൻ. ഹെട്രോലിറ്റിക് ഫിഷൻ ഓർ ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഹെട്രോലിറ്റിക്, HETROLYTIC, ഹെട്രോലിറ്റിക് ഫിഷൻ, FISSION, ഹെട്രോലിറ്റിക് ഫിഷൻ. ബ്രാക്കറ്റില് അതിന്റെ അനദർ നെയിം എഴുതുക കേട്ടോ, ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഹെട്രോലിറ്റിക് ക്ലീവേജ് ഫിഷൻ കേട്ടോ, ഓർത്തോ. ഹെട്രോലിറ്റിക് ഫിഷൻ ഓർ അടുത്ത പേര് എന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ഹെഡിങ്ങിൽ അവിടെ കേട്ടോ. ഓക്കെ, ഹെട്രോലിറ്റിക് ക്ലീവേജ്, CLEAVAGE, ക്ലീവേജ്. ഹെട്രോലിറ്റിക് ക്ലീവേജ്, CLEAVAGE, ക്ലീവേജ് കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. അങ്ങനെ ഡെഫിനിഷൻ എഴുതി വെച്ചോ കേട്ടോ, ഹെട്രോലിറ്റിക് ക്ലീവേജിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെക്കുക. In heterolytic cleavage, the bond break in such a fashion that the bond breaks in such a fashion that FASHION, fashion that, text word ആണ് കേട്ടോ. The bond breaks in such a fashion that the shared pair of electron remain with one of the shared pair of electrons, REMAINS, remains with one of the fragment, FRAGMENTS, fragments. Then ഇതിന് താഴെ അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് ഹെട്രോലിറ്റിക് ഫിഷൻ നമുക്ക് നോക്കാം. ഹെട്രോലിറ്റിക് ഫിഷന് എക്സാമ്പിൾ ആയിട്ട് CH3Cl നെയാണ് നമ്മൾ എടുക്കുന്നത്. CH3Cl എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇതാണ് CH3. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഒരു Cl. ഇവിടെ ഇവർ പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് കാർബണിന്റെ ഇലക്ട്രോൺ. നോക്കി, ഇത് കാർബണിന്റെ ഇലക്ട്രോൺ, ഇത് ക്ലോറിന്റെ ഇലക്ട്രോൺ. ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നു അല്ലെ. ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു ബോണ്ട് ഉണ്ടാവുന്നത്. ഷെയർ ചെയ്യുമ്പോൾ എന്താവുന്ന ബോണ്ട് ഉണ്ടാവുന്നത്. ഇത് ബ്രേക്ക് ചെയ്യണ സമയത്ത് ഹെട്രോലിറ്റിക് ഫിഷനിൽ പറയുന്നത് ഈ കാർബൺ അതിന്റെ ഇലക്ട്രോൺ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് CH3, ഇവിടെ നോക്കിയേ, CH3 ഇത് പ്ലസ് ആകും, പ്ലസ് Cl മൈനസ്. എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രോൺ റിസീവ് ചെയ്ത് എന്താവും? നെഗറ്റീവ് ആകും, ഇത് പ്ലസ് ആകും. അപ്പോൾ ഹെട്രോലിറ്റിക് ഫിഷനിൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. ഡെഫിനിഷൻ നോക്കിയിട്ട് നോക്കാൻ പോണ്ട, അല്ല വൺ ഓഫ് ദ ഫ്രാഗ്മെന്റിലേക്ക് പോയോ എന്ന് ഉള്ളിൽ പോയി നോക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിലെന്തുണ്ടാവും? കാറ്റയോൺ ഓർ ആനിയോൺ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ട ടിപ്പായിട്ട് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? എങ്ങനെ ഹെട്രോലിറ്റിക് ഫിഷൻ നമുക്ക് അറിയാൻ പറ്റുക? ഒരു കോമ്പൗണ്ടില് പ്ലസ് ആൻഡ് മൈനസ് അങ്ങനെ വന്നാൽ അതെന്തായിരിക്കും? ഹെട്രോലിറ്റിക് ഫിഷൻ ആയിരിക്കും. ഏതാ? NaCl Na പ്ലസ് ആൻഡ് Cl മൈനസ് എന്ന് അങ്ങനെ എഴുതില്ലേ? അവിടെ ട്രാൻസ്ഫർ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് ആ ചാപ്റ്ററിലല്ല. ഈ ചാപ്റ്റർ പേരെന്താ? ഓർഗാനിക് കെമിസ്ട്രി. ഇത് ഓർഗാനിക്കിന് മാത്രമുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഹരി പറഞ്ഞതും ഇതും വരാത്തത്? കാരണം നമ്മൾ പറയുന്ന സോൾട്ടുകളെല്ലാം എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഇവിടെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി.
ഷെയർ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും? ഇല്ല അല്ലെ. ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ബോണ്ടാണ് ആക്ച്വലി വരുന്ന സമയത്ത്. മറ്റേത് എന്താണ്, ഓൾറെഡി അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആക്ച്വലി വരുന്നത് അല്ലെ. ഇതെന്താ, ഷെയറിംഗ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഷെയർ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, നോർമലി അതങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ എന്താ, ഇലക്ട്രോൺ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ, ഇത് നോക്കിയിട്ട് ആ ഡെഫിനിഷൻ പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, എങ്ങനെയാ ഡെഫിനിഷൻ തുടങ്ങുന്നത്? ദ ബോണ്ട് ബ്രേക്ക് ഇൻ സച്ച് എ ഫാഷൻ ദാറ്റ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, ദേ കണ്ടേ, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ അല്ലെ, ഏതിലേക്ക്, വൺ ഓഫ് ദി ഫ്രാഗ്മെന്റ്, ഒരെണ്ണത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, ദ ബോണ്ട് ബ്രേക്ക് ഇൻ സച്ച് എ ഫാഷൻ ദാറ്റ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ടു വൺ ഓഫ് ദി ഫ്രാഗ്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതില് കാറ്റയോൺ ആൻഡ് ആനയോൺ ഉണ്ടാവും, കാറ്റയോൺ ആൻഡ് ആനയോൺ കേട്ടോ. ഓക്കെ, അപ്പൊ കാറ്റയോൺ ആണ്, ഇത് ഓർഗാനിക്കിന് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് അത് എടുത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് എക്സാമ്പിൾ ആയിട്ട് വേഗം എഴുതി കേട്ടോ. CH3Cl ഉണ്ടോ, CH3Cl ഇതിന്റെ സ്ട്രക്ചറാണ് വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ CH3 പ്ലസ് Cl മൈനസ്. ഇനി താഴെ എഴുതണം കേട്ടോ, കാറ്റയോൺ ആൻഡ് ആനയോൺ കേട്ടോ. ഓക്കെ, കാറ്റയോൺ ആനയോൺ, കാറ്റയോൺ ആനയോൺ, കാറ്റയോൺ ആനയോൺ. ഇനി ഇപ്പം ഈ പഠിക്കുന്ന എല്ലാ കാര്യവും പ്ലസ് ടുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതാണ് എടുത്തു പറയാനുള്ളത്. പ്ലസ് ടുവില് ഈ മെക്കാനിസം കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ അത് ഹെട്രോളിറ്റിക് ആണെന്നൊക്കെ നിങ്ങൾ തനിയെ അറിയണം, അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, അടുത്ത ഹെഡിങ് ഹോമോലിറ്റിക് ഫിഷൻ, HOMOLYTIC, ഹോമോലിറ്റിക് ഫിഷൻ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എഴുതാം കേട്ടോ. ഇൻ ഹോമോലിറ്റിക് ക്ലീവേജ്, in homolytic cleavage, one of the electrons of the shared pair in covalent bond, in homolytic cleavage, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, in homolytic cleavage one of the electron of the shared pair in a covalent bond goes with each of the bonded atom, bonded atom. അപ്പോൾ ഇപ്പൊ നമ്മൾ എഴുതിയത് ഹെട്രോലിറ്റിക് ആണ് അല്ലേ, ഇപ്പൊ എഴുതിയത് ഹെട്രോലിറ്റിക് ക്ലീവേജ്. ഇതെന്തായിരുന്നു, ഹോമോലിറ്റിക് ക്ലീവേജ് കേട്ടോ. ഓക്കെ, ഹോമോലിറ്റിക് ക്ലീവേജ്. അപ്പോ ഈ ഹോമോലിറ്റിക്കില് ദേ നോക്കിയോ കേട്ടോ, ഇതേ സെയിം എക്സാമ്പിൾ തന്നെയാണ് എഴുതുന്നത്. സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ നോക്കിയ ഇലക്ട്രോൺസ് ഇത് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ എങ്ങനെ പോകണമെന്ന് പറഞ്ഞേ, ഈച്ച് ഓഫ് ദി ബോണ്ടഡ് ആറ്റം അല്ലെ, ഈച്ച് ഓഫ് ദി ബോണ്ടഡ് ആറ്റം. ഇത് ഈ കാർബണിന്റെ സ്വന്തം ഇലക്ട്രോൺ ആണ്, അത് അതിന്റെ അടുത്തിരിക്കും. ഈ Cl അടുത്ത് അതിന്റെ സ്വന്തം ഇലക്ട്രോൺ വരും. അപ്പോൾ എങ്ങനെയായിരിക്കും, രണ്ടും അല്ലെ ഈക്വൽ ആയിട്ട് ഇവിടെ നിന്ന് ഈക്വൽ ആയിട്ട് രണ്ടുപേരും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് വരും, CH3 അതിന്റെ സ്വന്തം ഇലക്ട്രോണിന് കിട്ടി ഡോട്ട്. ഓക്കെ, ഇതാണെങ്കിൽ എങ്ങനെ എഴുതാം നമ്മൾ, CH3 ഇത് കണ്ടോ പ്ലസ്, ഇങ്ങനെ എഴുതാം, പ്ലസ് Cl മൈനസ് പിന്നെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എഴുതുമ്പോൾ
CH3 കഴിഞ്ഞിട്ട് ദേ മുകളിൽ ഇത് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടുണ്ടാവും, പ്ലസ് ഇവിടെ എന്ത് വരും Cl, അതിന്റെ മുകളിലും ഒരു ഡോട്ട്. ഇങ്ങനെ ഈ ഡോട്ട് ഇട്ടാൽ അതിനെ വിളിക്കുന്ന പേര് ഫ്രീ റാഡിക്കൽ എന്നാണ്. എന്താ വിളിക്കുന്നത്? ഫ്രീ റാഡിക്കൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എഴുതണം ഫ്രീ റാഡിക്കൽസ് കേട്ടോ. വേഗം എഴുതും ഫ്രീ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ. ആ പറഞ്ഞുതരാം കേട്ടോ, ഇതൊന്നും എഴുതിക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫ്രീ റാഡിക്കൽ കേട്ടോ, RADICAL കേട്ടോ, റാഡിക്കൽ. രണ്ടൊന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഇത് ഷെയറിംഗ് ആണ്. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഈക്വൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഇതാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഷെയർ ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഞാൻ ഹരിയും കൂടി ഒരു ബിസിനസ് തുടങ്ങുന്നു, ഞങ്ങൾ ഷെയർഡ് ബിസിനസ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ, ഹരി ഇടുന്നത് അല്ലെ ഒരു 100 റുപ്പീസ് ഹരിയും ഞാനും 100 റുപ്പീസ് ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബിസിനസ് തുടങ്ങി, ശരിയല്ലേ? ഓക്കെ, അതിന്റെ പ്രോഫിറ്റ് വന്നാൽ എന്ത് ചെയ്യും? ഹരി കൂടുതൽ എടുക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഇല്ല കേട്ടോ. ഓക്കെ, അല്ലേ, നമ്മൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇതാണ് ഷെയറിംഗ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹരി ഒരു $1 മില്യൺ ഒരു ലോട്ടറി അടിക്കുന്ന ഹരിക്ക് കേട്ടോ. ഓർത്തോക്കാം, $1 മില്യൺ കേട്ടോ. ഓർത്തോക്കാം, കോടീശ്വരനായി കേട്ടോ. ഓർത്തോക്കാം. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ഹരി അല്ലേ ഇത് ചെയ്യുന്നു, വലിയൊരു കാറിലൊക്കെ വന്നിട്ട് സാറേ ആ സാറിൻ്റെ 100 റുപ്പീസ് ഇന്ന് തിരിച്ചു തന്നേക്കുന്നു, എനിക്ക് വേണ്ട, സാറ് ആ സ്വന്തമായിട്ട് ആ ബിസിനസ് എടുത്തു എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, അതിനൊരു ന്യായം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അല്ലേ? ഹരി അത്ര മില്യണായി, അപ്പോൾ അതുകൊണ്ട് അല്ലേ എന്ത് ചെയ്തു, ആ 100 റുപ്പീസിന്റെ ബിസിനസ് നിർത്തി. ഓക്കെ, അങ്ങനെ നിൽക്കും കേട്ടോ. ഓക്കെ, അതാണ് ഈ കാണുന്നത്. നോക്കിയേ, ഈ കാർബൺ അല്ലേ, ഈ കാർബണിന്റെ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നു? ക്ലോറിന്. കണ്ടോ? ഓർത്ത് നോക്കുക, എന്തുകൊണ്ട് വെറുതെ കൊടുക്കുമോ അല്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ വേറെ എന്തെങ്കിലും, അതിന്റെ റീസൺ ഇനി അടുത്തേക്ക് വരും, മനസ്സിലായി? അതാണ് ഈ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ നടക്കുന്നതിന് വേറെ കാരണങ്ങളുണ്ട്, സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ ഈ കാർബൺ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്താൽ ഇതെന്താവും? പ്ലസ് കേട്ടോ. ഓക്കെ, പ്ലസ് എന്ന് പറയുമ്പോൾ കാർബണിന് പ്ലസ് വരാൻ കാരണം എന്തായിരുന്നു? ഹരി പോസിറ്റീവ് ആവാൻ കാരണം എന്താ? ഹരി എന്ത് ചെയ്തു? എനിക്ക് ഡൊണേറ്റ് ചെയ്തു അല്ലേ. ഓർത്ത് നോക്കാം, ഡൊണേറ്റ് ചെയ്തപ്പോൾ ഇവരെല്ലാവരും കണ്ടോ ആ 100 റുപ്പീസ് സാറിന് തിരിച്ചു കൊടുത്തു, പോസിറ്റീവായി അല്ലേ. ഓക്കെ, ഓർത്ത് നോക്കാം. ഇനി വേറെ സിറ്റുവേഷൻ ഉണ്ടാവാം, അതെങ്ങനെയാ? ഇത് നോക്കിയേ അല്ലേ, ഇങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെയാ വരുന്നത്? നടുവിൽ അല്ലെ ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതെങ്ങനെയാ? 100 റുപ്പീസ് ഞാനും ഹരിയും തമ്മിൽ ഒരു ബിസിനസ് തുടങ്ങി, ഇങ്ങനെ നിൽക്കുകയാണ്. ആക്ച്വലി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പുറത്തേക്ക് പോകാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്താണ് അല്ലേ, നമുക്കത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് ആ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്താൽ ഇത് ആരുടെ ഇലക്ട്രോണാ? ഈ ഇലക്ട്രോൺ കാർബൺ, അതിന്റെ സ്വന്തം ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് പ്ലസ് വല്ലതും കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ, അത് ഡോട്ടായിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും അല്ലെ? Clന്റെ സ്വന്തം ഇലക്ട്രോൺ അല്ലേ ഇത്, കണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഇലക്ട്രോൺ സ്വന്തമായിട്ട് മുകളിൽ വന്നാൽ അതിനെ എന്ത് വിളിക്കും? ഫ്രീ റാഡിക്കൽ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നിങ്ങൾക്ക്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവര് ഹൈ റിയാക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, കാർബോ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ C+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഇലക്ട്രോൺ ഒന്നും ഇല്ല. ആരെങ്കിലും ഇലക്ട്രോൺ തരുന്ന ആൾക്കാരാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ബോണ്ട് ഉണ്ടാക്കാം. അങ്ങനെ പറയുന്ന ആളാണ് ആര്? CH3+. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ഇവര് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി അല്ലേ, വ്യത്യാസമൊക്കെ വരും. അതാണ് മെക്കാനിസത്തിൽ വരുന്നത്. മെക്കാനിസത്തിനുള്ളിൽ നടക്കുന്ന സ്റ്റെപ്പുകളാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ, ഓരോ സ്റ്റെപ്പിൽ. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇനി വേറെ അടുത്തേക്ക് ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഓർത്ത് നോക്കാം. നിങ്ങൾക്കറിയാലോ മെക്കാനിസം അത്ര എളുപ്പമല്ല. മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി എന്ന് വിചാരിക്കാം. വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഞാൻ പറയണം മെക്കാനിസം മുഴുവൻ എഴുതിയിട്ട് നിങ്ങൾ സ്റ്റാർട്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ തിയറി എന്തായിരിക്കും? വണ്ടി സ്റ്റാർട്ടാക്കാൻ എളുപ്പമല്ലോ, ഇടുന്നു അല്ലേ. ഓക്കെ, അതിന്റെ മെക്കാനിസം എഴുതാൻ പറയുമ്പോൾ എന്ത് എഴുതണം? വളരെ ഡീറ്റെയിൽ ആയിരിക്കും അല്ലേ. ഓർത്തോക്കെ എഞ്ചിനിലേക്ക് പോകുന്ന ആ പെട്രോൾ എത്ര എമൗണ്ട് പോകുന്നു, എത്ര കത്തുന്നു, ആ കത്തുന്ന എമൗണ്ട് അതനുസരിച്ച് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെയാണ് നമ്മൾ കാണുന്ന കുറെ ഇക്വേഷൻ ഒക്കെ പഠിച്ചില്ലേ, അതിനുള്ളിൽ ഇവർ പറയുന്നത് കണ്ടമാനം മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നന്നായിട്ട് വിശന്ന് ഇരിക്കുന്നു, ഫുഡ് കഴിക്കുമ്പോൾ, അപ്പോൾ അതിന്റെ ഫുൾ റെസിപ്പിയും അതിന്റെ പ്രോസസ്സും നിങ്ങൾ എഴുതി പഠിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത്ര എളുപ്പമായിരിക്കില്ല അല്ലേ. ഓക്കെ, അത് മുഴുവനും കറക്റ്റായിട്ട് എമൗണ്ട് മിക്ക് തെറ്റാൻ പാടില്ല എന്ന് പറയുന്ന പോലെയാണ് മെക്കാനിസം. അപ്പോൾ മെക്കാനിസം ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് ഇന്ന് നമ്മൾ മുഴുവൻ എടുക്കുന്ന അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉള്ളിൽ വന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന രണ്ട് രീതിയുണ്ട്. ഹെട്രോലിറ്റിക് ഉണ്ട്, ഹോമോലിറ്റിക്. ഹെട്രോലിറ്റിക്കിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? കാറ്റയോൺ ആൻഡ് ആനിയോൺ. ഹോമോലിറ്റിക്കിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്?
ഫ്രീ റാഡിക്കൽ. അപ്പൊ ഫ്രീ റാഡിക്കൽ കണ്ട നിങ്ങൾ ഇത്രേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കാം, നമ്മൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഗോസ് ടു ഈച്ച് ഓഫ് ദി മാറ്റം അങ്ങനെയൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ഓർത്ത് വെക്കാം, ഇത് കണ്ടാൽ ഫ്രീ റാഡിക്കൽ കണ്ടാൽ ഓൺ സ്പോട്ട് എന്ത് വേർഡ് വരണം? ഹോമോലിറ്റിക്. കാറ്റോൺ കണ്ടാൽ എന്ത് വരണം? ഹെട്രോലിറ്റിക്. അത് ആണ് ഓർത്ത് വെക്കേണ്ടത്. അത് ഒന്നല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക. ഡെഫിനിഷൻസ് ഇങ്ങനെ പോവുള്ളൂ കേട്ടോ. ഓക്കെ, പക്ഷേ എക്സാമ്പിൾസ് ഒക്കെ പറയും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റൻ അതുമായിട്ട് ഓറിയന്റഡ് ആണ്. ഇന്ന് നമ്മൾ ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ് എഴുതി വെച്ചിട്ടേ ഇല്ല. അവരത് ഇങ്ങനെ അങ്ങ് പോകും, ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആകെ ഒബ്സർവ് ചെയ്യേണ്ടത് ആ ഒരൊറ്റ കാര്യമുള്ളൂ. അത് വെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. നെക്സ്റ്റ് ഹെഡിങ് ന്യൂക്ലിയോഫൈൽ. NUCLEOPHILES. ന്യൂക്ലിയോഫൈൽസ്. PHILES ആണ് കേട്ടോ. ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോഫൈൽസ്. ഇതില് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ തൊട്ടുള്ള ഈ പാസേജ് എല്ലാം മിക്സ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ എഴുതാൻ പോകുന്ന ഡെഫിനിഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിന്റെ ക്വസ്റ്റിന്റെ ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ ഡെഫിനിഷൻ എഴുതുന്നതിനേക്കാളേറെ ന്യൂക്ലിയോഫൈൽ എന്ന് എപ്പോൾ കേട്ടാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ഒരു വേർഡ് ഉണ്ട്. അത് നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് ആയിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ റിച്ച്, അതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. വാട്ട് യു മീൻ ന്യൂക്ലിയോ ഫൈൽ? PHILES പേരെന്താ? ഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ലവിങ് എന്നാണ് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ ന്യൂക്ലിയോ ഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. പോസിറ്റീവിനെ ആര് ലവ് ചെയ്യും? നെഗറ്റീവ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പല കുട്ടികളും ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ മനസ്സിൽ ആരാ വരിക? പ്ലസ് ആ വരിക. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നല്ലേ വരിക? അപ്പൊ മിക്ക ആൾക്കാരും ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് പോസിറ്റീവ്, അപ്പൊ പ്ലസ് അങ്ങനെ എടുക്കും. മാറിപ്പോകരുത്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അതിനെ ലവ് ചെയ്യുന്ന ആരായിരിക്കും? നെഗറ്റീവ് കേട്ടോ. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് സ്പീഷീസ്. ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് കേട്ടോ. ഓക്കെ, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കണ്ടായില്ല. ഒരു പിക്ചറൊക്കെ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ ആണ് വരുന്നത്. അപ്പോൾ എഴുതിക്കോ കേട്ടോ, ഡെഫിനിഷൻ എഴുതിക്കോ. Nucleophiles underline ചെയ്യുക കേട്ടോ. These species have nucleophiles. Underline ചെയ്യുക. These species have unshared pair of electron. These species have unshared pair of electron. These species have unshared pair of electron. ഇതിന്റെ ലൈറ്റ് ഓഫ് ആവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, അതിന് ചാർജ് കുറവാണ് കേട്ടോ. These species have unshared pair of electron, which can be donated. These species have unshared pair of electron which can be donated, and shared with an electrophile. Which can be donated and shared with an electrophile. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ. These species have unshared pair of electron which can be donated and shared with an electrophile. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ്. നിങ്ങൾ രണ്ടാമത്തെ വേർഡ് ഒന്ന് എഴുതി വെക്കുക. അത് വെച്ചിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. ഇത് കഴിയുമ്പോൾ നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേർഡ് വേണം കേട്ടോ. ഓർത്ത് വെക്കുക. താഴെ അടുത്ത പോയിന്റ് എഴുതി വെക്കാം. സെക്കൻഡ് പോയിന്റ്, ജനറലി നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. എക്സാമിന് ഇത് എഴുതണ്ട കേട്ടോ. ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറലി നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. അടുത്ത വേർഡ് നമുക്ക് എക്സാമിന് എഴുതാം. ജനറലി. ചിലത് ഒന്നുമില്ലാത്തതുണ്ടാവും, അതാ പറഞ്ഞത്. വളരെ അപൂർവമായിട്ട് അങ്ങനെ വരും കേട്ടോ. ഓർത്ത് വെക്കുക. ജനറലി നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. ജനറലി നെഗറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇലക്ട്രോൺ റിച്ച് കേട്ടോ. ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ റിച്ച് എന്നുള്ളത് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല കേട്ടോ. ഇലക്ട്രോൺ റിച്ച് സ്പീഷ്യസ്. ദെൻ എക്സാമ്പിൾ പഠിച്ചാൽ നല്ലതാണ്. മൈനസ് ചേർത്തിട്ട് എല്ലാത്തിനെയും പറയാം നിങ്ങൾക്ക്. OH മൈനസ് എക്സാമ്പിൾ എഴുതി വെക്കുക കേട്ടോ. OH മൈനസ്
comma Cl minus, then Cn minus, ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ളതും കൂടി തന്നേക്കാം, NH2 minus, NH2 minus, HS minus. കേട്ടോ, ഇത്രയാണ് ന്യൂക്ലിയോഫൈൽസ്. കേട്ടോ, വേഗം എടുത്ത് ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോഫൈൽ, ഇതാണ് ന്യൂക്ലിയോഫൈൽ. കേട്ടോ, സെക്കൻഡ് അടുത്ത് എഴുതി വെക്കുക ഇലക്ട്രോഫൈൽ. കേട്ടോ, നെക്സ്റ്റ് സബ് ഹെഡിങ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ അണ്ടർലൈൻ ചെയ്യുക, അവിടെ എഴുതി വെക്കാം റിയാക്റ്റീവ് സൈറ്റ്, റിയാക്റ്റീവ് സൈറ്റ്, reactive sites have only 6 valence electron, have only 6 valence electron. Reactive sites have only 6 valence electron, 6 valence electron, comma, which can be donated, which can be donated and shared with an electrophile, which can be donated and shared with an electrophile, which can be donated and shared with an electrophile, which can be donated and shared with an electrophile. സാൻ എഴുതിയോ? ഒന്ന് വായിച്ചേ, ലാസ്റ്റ് എഴുതിയത്. ഡൊണേറ്റഡ് ആണോ? ഇലക്ട്രോഫൈൽ അല്ലേ, ക്യാൻ ആക്സെപ്റ്റ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞ മാറിപ്പോണ്ടോ. ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഫ്രം എ ന്യൂക്ലിയോഫൈൽ, ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ കേട്ടോ. ഇലക്ട്രോഫൈൽ ആണ്, ഇലക്ട്രോൺസ് ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഫ്രം എ ന്യൂക്ലിയോഫൈൽ, ക്യാൻ ആക്സെപ്റ്റ് ആണ് കേട്ടോ, ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഫ്രം എ ന്യൂക്ലിയോഫൈൽ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇലക്ട്രോഫൈലില് റിയാക്റ്റീവ് സൈറ്റ് ഹാവ് ഓൺലി 6 വാലൻസ് ഇലക്ട്രോൺ, കോമ ക്യാൻ ആക്സെപ്റ്റ് ആണ് കേട്ടോ, നേരത്തെ എഴുതിയേക്കുന്നത് മാറിപ്പോയതാ എനിക്ക്. ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഫ്രം എ ന്യൂക്ലിയോഫൈൽ, ഫ്രം എ ന്യൂക്ലിയോഫൈൽ, ആക്സെപ്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക, ജനറലി എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്. സെക്കൻഡ് പോയിന്റ് കേട്ടോ, അടുത്ത ലൈനിൽ ജനറലി പോസിറ്റീവ്ലി ചാർജ് സ്പീഷ്യസ്, generally positively charged species. എവിടെ വരെ? can accept electron pair, can accept electron pair from a nucleophile, can accept electron pair from a nucleophile, from a nucleophile. എഴുതിയോ? അപ്പോൾ ഇലക്ട്രോഫൈൽ ആണ് എഴുതിയത്. ഇലക്ട്രോഫൈലിന് എക്സാമ്പിള് നേരെ തിരിച്ച് Cl+, Cl+ ഉണ്ടോ? ഔട്ടർ മോസ്റ്റിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുണ്ട് ശരിക്കും? 7 ഉണ്ട് അല്ലെ? പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആവും? അത് ഇല്ല, പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പോകും, റിമൂവ് ചെയ്തില്ലേ, അപ്പൊ 6 ആവും. ഉണ്ടോ? ഓർത്ത് നോക്കാം. അതാണ് ഡെഫിനിഷനിൽ എത്ര ഉണ്ടാവും? 6 ഇലക്ട്രോൺ. ഉണ്ടോ? ഓർത്ത് നോക്കാം, 6 അല്ലെ? Then BF3, അനദർ എക്സാമ്പിൾ ആണ് BF3. BF3 ബി ബോറോൺ അല്ലേ? ബോറോണിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഉണ്ടാവും? 1 2 3 അല്ലെ? ദെൻ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ എത്രയാവും ടോട്ടൽ? ഫ്ലൂറിന്റെ ഇലക്ട്രോൺസ് വന്നാ ഇപ്പൊ എത്രയായി? 6. ഓർത്ത് നോക്കാം. അപ്പൊ 6 വന്നാൽ അതല്ലേ റിയാക്റ്റീവ് സൈറ്റ് ഹാവിങ് എത്രയായിരുന്നു? 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ വന്നാൽ അതെന്തായി മാറും? എന്തായി മാറും? ഇലക്ട്രോഫൈൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇലക്ട്രോഫൈലിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതാണ് എഴുതിയത്. ജനറലി എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്. അപ്പോൾ ഒറ്റ വേർഡിൽ നിങ്ങൾ ചോദിച്ചാൽ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്, ന്യൂക്ലിയോഫൈൽ എന്തായിരിക്കും? റിച്ച് അല്ലെ? ഇലക്ട്രോൺ റിച്ച് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെക്കുക ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇൻഡക്റ്റീവ് എഫക്ട്. അടുത്ത ഹെഡിങ് കേട്ടോ,
ഇൻഡക്റ്റീവ് എഫക്ട്. INDUCTIVE ഇൻഡക്റ്റീവ് എഫക്ട്. INDUCTIVE ഇൻഡക്റ്റീവ് എഫക്ട്. ഇൻഡക്റ്റീവ് എഫക്ട്. ഇൻഡക്റ്റീവ് എഫക്ട്. INDUCTIVE ഇൻഡക്റ്റീവ് എഫക്ട്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, 3 പോയിന്റ്സ് ആയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. When a covalent bond is formed between atom of different electronegativity. When a covalent bond is formed between atom of different electronegativity. Comma, the electron density is, when a covalent bond is formed between atom of different electronegativity, comma, the electron density is more towards the more electronegative atom of the bond. More electronegative atom of the bond. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. അങ്ങനെയുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പോളാർ കോവാലന്റ് ബോണ്ട്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. പോളാർ കോവാലന്റ് ബോണ്ട്. POLAR പോളാർ കോവാലന്റ് ബോണ്ട്. പോളാർ കോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു ഫ്രെയിം. എന്താണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അവിടെ ശ്രദ്ധിച്ചിരുന്നു. അടുത്തൊരു പോയിന്റ് കൂടി എഴുതി വെക്കാം. അതാണ് ഡെഫിനിഷൻ കേട്ടോ. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ചു. പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് എഴുതി വെക്കുക. പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട്. Polarization of sigma bond caused by the polarization of adjacent sigma bond. Caused by the polarization of adjacent sigma bond is referred to as the inductive effect. Repeat ചെയ്യാം കേട്ടോ. Polarization of sigma bond caused by the polarization of adjacent sigma bond is referred to as the inductive effect. ഒരു കാര്യം ചെയ്യട്ടെ, നാളെ സ്റ്റഡി സെക്ഷൻ വെക്കട്ടെ കെമിസ്ട്രിയുടെ. കുറച്ച് നാളായല്ലോ. അടുത്ത സൺഡേയില എന്നാ പിന്നെ വെക്കാം. അത് പോകുന്നില്ല. പിന്നെ എല്ലാ ആഴ്ച ഇയാളെ എല്ലാ ആഴ്ച നാട്ടിൽ പോലാണ്. ആ ഓ കണ്ട, ഈ സെക്കൻഡാരുടെ പോകാൻ പറ്റില്ല. എല്ലാ ആഴ്ചയൊന്നും പോകുന്നില്ല. മാസത്തിലൊരു 3 പ്രാവശ്യം പോകും. കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നോക്കെ. അപ്പൊ എന്നാ വെക്കണ്ട, കുഴപ്പമില്ല. അങ്ങനെ അടുത്ത ഏതെങ്കിലും വീക്കിൽ വെക്കുക കേട്ടോ. കുഴപ്പമില്ല, എഴുതി വെക്കാം. പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട് ഈസ് റെഫേർഡ് ടു ആസ് ദി ഇൻഡക്റ്റീവ് എഫക്ട്. KV അല്ലാത്ത കുട്ടികൾക്ക് എക്സാം വല്ലതും വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഡിസംബർ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ സമയമുണ്ട്, കുഴപ്പമില്ല കേട്ടോ. നമ്മള് പോർഷൻ ഫ്രണ്ടിലാണ്, കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ. അടുത്ത വർഷം കുറേ ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്റ്റാർട്ട് ചെയ്തോ ഡെഫിനിഷൻ. ആ സെക്കൻഡ് വേർഡ് പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബോണ്ടുകളെല്ലാം ഓർഗാനിക്കില് വരുന്നതിന്റെ കാരണം ഇത് റിയാക്ഷൻ മെക്കാനിസം ആണ്.
അപ്പോ ഒരു റിയാക്ഷൻ ബ്രേക്ക് ചെയ്ത് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോ അല്ലെ, വേറൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ നടക്കുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം ആയിട്ട് പറയുന്നത്. ഇവിടെ ഇവർ പറയുന്നത് പോളാർ കോവാലന്റ് ബോണ്ട് എന്താണ് എന്നാണ് ആദ്യം പറയുന്നത്. പോളാർ കോവാലന്റ് ബോണ്ട്, ഇവിടെ ക്ലോറിൻ ഓർ ബ്രോമിൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ ഉള്ള ബോണ്ട് വരുമ്പോഴാണ് ഇതെല്ലാം വരുന്നത് അല്ലെ. നേരത്തെ കണ്ടത് അങ്ങനെയല്ലേ, ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായി അല്ലേ. അത് അങ്ങനെ വെറുതെ ബ്രേക്ക് ചെയ്യുമോ? ഇല്ല അല്ലെ, പെട്ടെന്ന് ഒരു രീതിയിലൊന്നും ബ്രേക്ക് ചെയ്യില്ലല്ലോ അല്ലെ. ഇപ്പോ ഏത് ബോണ്ടായി കഴിഞ്ഞാലും ബ്രേക്ക് ചെയ്യണതിന് ഒരു റീസൺ ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മളിപ്പോ പറയുന്ന പല ബോണ്ടുകളും പോലെ ഇവിടെ ഇലക്ട്രോൺ ഒരെണ്ണം ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ പ്രശ്നമുള്ളൂ. നമ്മൾ പറഞ്ഞു കോവാലൻ കോമ്പൗണ്ട് അല്ലാത്ത ബോണ്ടുകളൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫറിങ് ആണ്. ഇവിടെ ഇവർ ഷെയർ ചെയ്തു നിൽക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പോളാർ കോവാലൻ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഒറ്റ കണ്ടീഷനുള്ളൂ, ഒറ്റ വേർഡാണ്. ആ വേർഡാണ് പിക്ക് ചെയ്യേണ്ടത്. എന്തായിരിക്കണം? അല്ല, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പോളാർ കോവാലൻ ബോണ്ട് എങ്ങനെ ഉണ്ടാവണേന്ന് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഇലക്ട്രോൺ ഡെൻസിറ്റി വ്യത്യാസം വരാൻ കാരണം എന്തുകൊണ്ടാ? ഡിഫറെന്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ശ്രദ്ധിക്കുക, ഇത് കണ്ടോ, ഈ കാർബൺ കാർബൺ രണ്ടും പേരും ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. അവർ ഒരേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാ അല്ലെ. അപ്പൊ അവിടെ പോളാർ കോവാലന്റ് ബോണ്ട് ഉണ്ടാവോ? ഇല്ല. അപ്പോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലോറിന് കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡെഫിനിഷൻ എന്താ? എബിലിറ്റി ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെ, എബിലിറ്റി ടു അട്രാക്ട് അല്ലെ. അപ്പൊ ഈ ക്ലോറിന് ഒരു ഇലക്ട്രോണും കൂടി കിട്ടിയാൽ സ്റ്റേബിൾ ആവും. അപ്പൊ ക്ലോറിന്റെ ആഗ്രഹം ആദ്യം എന്ത് ചെയ്യും? ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ജോയിൻ ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം പതുക്കൻ എന്ത് ചെയ്യും? അതും കൂടി വലിച്ചെടുക്കാൻ നോക്കും കേട്ടോ. സിയാന്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ പറയുന്നു എന്റെ കയ്യിൽ വേറെ മിഠായി ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ സിയാൻ കരുതും അല്ലെ, ഓക്കെ ഷെയർ ചെയ്യുന്നത് ആ മിഠായിയും എനിക്ക് പകുതി തരും അല്ലെ, എന്റെ ഹാഫ് വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. എന്നിട്ട് പതുക്കനെ ഞാൻ എന്ത് ചെയ്യും? ആ മിഠായി പിടിച്ച് വലിക്കാൻ തുടങ്ങും. മനസ്സിലായി? ഇതാണ് തുടങ്ങുന്നത്. ഇവിടെയാണ് പോളാരിറ്റിയിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് പാർഷ്യൽ ആയിട്ട്, ഇവിടെ നോക്കിയേ, ഈ ക്ലോറിൻ പാർഷ്യൽ ആയിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇത് പാർഷ്യൽ ആയിട്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോ പാർഷ്യൽ ഇലക്ട്രോ നെഗറ്റീവ്, ഇതെന്തായിരുന്നു? പാർഷ്യൽ ഇലക്ട്രോ പോസിറ്റീവ്. എന്തിനാ പാർഷ്യൽ കൊടുത്ത്? പ്ലസും മൈനസും കൊടുക്കാറുന്നില്ലേ? പ്ലസും മൈനസും കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ? അത് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇല്ല. പിടിച്ചെന്ത് ചെയ്തു? വലിക്കുന്നു കേട്ടോ. പിടിച്ചെന്ത് ചെയ്യുന്നു? വലിക്കുന്നു അല്ലെ. ഓർത്ത് നോക്കാം. അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അങ്ങനെ പിടിച്ച് എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ഇലക്ട്രോൺ നെഗറ്റീവ് പാർഷ്യൽ ആയിട്ട് ഈ ക്ലോറിൻ ഈ കാർബണിൽ നിന്ന് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കും. അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ എന്താ? പാർഷ്യൽ ആയിട്ട് പ്ലസ് ഉണ്ടാവുന്നു, മൈനസ്. എക്സ്ട്രീം എൻഡില് പ്ലസും മൈനസും വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ. എർത്തിന് എത്ര പോൾ ഉണ്ട്? ഏതൊക്കെയാ? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. എന്തുകൊണ്ടത്? എക്സ്ട്രീം എൻഡ് ആണ് അല്ലെ. അപ്പൊ ഇവിടെയും എക്സ്ട്രീം എൻഡ് ഏതൊക്കെയാ? ഒരു നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ്. അങ്ങനെ ഒരു പോളാർ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ക്ലോറിൻ പിടിച്ച് ഈ ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കും. അങ്ങനെ വലിക്കണ സമയത്ത് അത് എന്തിനെ അഫക്ട് ചെയ്യും? അതാണ് ഇവർ പറയുന്നത്. അത് അടുത്ത ബോണ്ടുകൾ അഫക്ട് ചെയ്യും. ഇത് കണ്ടോ, ഈ ബോണ്ടിനെയും ഈ ബോണ്ടിനെയൊക്കെ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കുക. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാ അല്ലെ, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ പിടിച്ചെന്ത് ചെയ്യും? വലിക്കും. അപ്പോ അടുത്ത ബോണ്ടുകൾ എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങൾ ബെഞ്ചിലാണ് ഇരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ബെഞ്ചാണോ? ഒറ്റ ബെഞ്ച്, ഒറ്റ ഡെസ്ക്, അങ്ങനെയാണോ? ഓക്കെ. അപ്പോൾ ഒറ്റ ബെഞ്ചും ഒറ്റ ഡെസ്കും ആണ്. അപ്പൊ ചെറുപ്പത്തിലെ ഞങ്ങൾ കളിക്കേണ്ട ഒരു കളിയാണ് അറ്റത്ത് ഒരു തന്നെ ഇരിപ്പുണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ നിന്നിട്ട് ഇന്റർവെൽ വരുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ ഇത്തിരി ബലമുള്ള ഒരു തന്നെ പിടിച്ചിട്ട് ഒറ്റ എന്താണ്, അപ്പൊ മറ്റവൻ എന്ത് ചെയ്യും? വീഴും. കുഞ്ഞി ക്ലാസ്സിൽ കളിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? മറ്റവൻ വീഴും. ഓക്കെ. അപ്പൊ അങ്ങനെ വീഴുന്ന സമയത്ത് അല്ലെ, വെറുതെ ഒരു ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി ചെറിയ ക്ലാസ്സിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ചെയ്തൊരു പ്രോസസ്സാണ് ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ നമുക്കിടുക. ഇങ്ങനെ എന്ത് ചെയ്തു അല്ലെ, ഒരാള് തള്ളിയ സമയത്ത് ആ ആളെയാണോ അഫക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ബെഞ്ചാണത്. ബെഞ്ചിൽ ഇങ്ങനെ കുറെ പേര് ഇരിക്കുന്നുണ്ട് അല്ലെ. ഓർത്ത് നോക്കുക. ഇവിടെ നിന്ന് ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആരെയാണ് അഫക്ട് ചെയ്തത്? ഏറ്റവും ഒറ്റത്തുള്ള ആളല്ലേ. ഓർത്ത് നോക്കുക അല്ലെ. ഓർത്ത് നോക്കുക. ശരിക്കും അഫക്ട് ചെയ്യേണ്ടതാ അല്ലെ. കൂടുതൽ ഇവിടെ അഫക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത്. അപ്പോ ഇങ്ങനെ ഈ അഫക്ട് ചെയ്യുമ്പോൾ ഈ ഒരാളെ മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാരെയും അതെന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ അഫക്ട് ചെയ്യുന്നതിനെ ആണ് ഇവർ എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ ഒരു ചെയിൻ, ആ ചെയിനിന്റെ സമയത്ത് എന്ത് ചെയ്തു അല്ലെ,
നമ്മൾ എന്ത് ചെയ്യും, അടുത്തുള്ള ബോണ്ടുകളൊക്കെ അഫക്ട് ചെയ്യും. പിന്നെ കോളേജിൽ വന്ന സമയത്ത് ഞങ്ങൾ ടൂർ പോയിരുന്നു, ബോയ്സ് ആയിരുന്നു ആക്ച്വലി ആൽബർട്സിൽ. അപ്പോൾ അങ്ങനെ ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്യരുത് കേട്ടോ. ഓക്കെ, കടലിലൊക്കെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളൊരു പരിപാടി ചെയ്യും, എന്ത് ചെയ്യും, കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ റാ പോലെയാക്കും, എന്നിട്ട് പതുക്കനെ മൂവ് ചെയ്യും. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട് കേട്ടോ, ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കടലിന്റെ തിരമാലയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ബാക്കിലുള്ളവൻ സ്വിം ചെയ്യുന്നവനൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, മൊത്തത്തിൽ വെള്ളം ഇങ്ങനെ പൊന്തൂല്ലേ, പൊന്തി കഴിഞ്ഞ സമയത്ത് ഈ സീൽ കുടിച്ചേക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത് ബാക്ക് പോകുമ്പോൾ എന്ത് പറ്റും, അത് പിടിച്ച് എന്ത് ചെയ്യും, വലിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അല്ലെ, റാ പോലെ ഇങ്ങനെ വരുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് വരും. അപ്പൊ അവിടെ രണ്ട് രീതിയിൽ എഫക്ട് ചെയ്ത് വരും. എന്താ, ഒന്ന് ആ സി ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് അല്ലെ, അതിനെ എന്താ വിളിക്കും, ഇലക്ട്രോൺ വിഡ്രോയിങ്. എന്താ വിളിക്കുന്നത്, ഇലക്ട്രോൺ വിഡ്രോയിങ്. അടുത്ത പരിപാടി ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്താ അല്ലെ, നല്ല സ്ട്രോങ് ആയിട്ട് അടിക്കുന്ന സമയത്ത് പുറത്തേക്കാ വരാം. അപ്പൊ ഈ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചെയിൻ പോലെ ആയിക്കഴിഞ്ഞാൽ, ചെയിനിൽ എവിടെ എഫക്ട് ചെയ്താലോ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും അല്ലെ. പുറത്തൊക്കെ ചെയിൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യും. ഇപ്പൊ ഇവിടെ രണ്ട് സിറ്റുവേഷൻ ആണ് വരുന്നത്. ഒന്ന് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് പോസിറ്റീവ് ഇൻഡക്റ്റീവ്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറിൻ ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ വലിക്കും. അങ്ങനെ വലിക്കുന്ന സമയത്ത് ആരെയൊക്കെ അഫക്ട് ചെയ്യുന്നത്, ഇതാണ് സിഗ്മ ബോണ്ട് ഉണ്ടോ, ഈ സിഗ്മ ബോണ്ടിനെയും എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും കേട്ടോ. ഓർത്തോ. ഇനി വായിച്ചേ, പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട്. ഇവിടെ അല്ലേ പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട്. ഒന്നുകൂടി വായിച്ചേ, കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട്. അടുത്ത ബോണ്ടിനെ അഫക്ട് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻഡക്റ്റീവ് എഫക്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ അതില് രണ്ട് ടൈപ്പ് വരും. ഏതൊക്കെയായിരിക്കും, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്യുന്നു, വലിക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. അതാണ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും. അതാണ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ രണ്ട് ഇൻഡക്റ്റീവ് എഫക്ട് വരും. ഒന്ന് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുന്ന ആരാ, ക്ലോറിൻ. ഡൊണേറ്റ് ചെയ്യുന്ന ആരായിരിക്കും, ഈ കാർബൺ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യുന്ന ആ ടൈപ്പാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കി, ഇപ്പുറത്തേക്ക് അത് കൊടുക്കാൻ വില്ലിങ് ആയിട്ട് ചെറുതായിട്ട് ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ടല്ലേ പ്ലസ് വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കും, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ കാർബൺ ഗ്രൂപ്പുകളാ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് എന്നും, അതുപോലെ ക്ലോറിൻ അതുപോലെ ഇങ്ങനെ വലിക്കുന്ന ആളെ എന്ത് വിളിക്കും, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ രണ്ട് ഇൻഡക്റ്റീവ് എഫക്ട് വരും, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് കേട്ടോ. ഓക്കെ, ഇനി ഇത് പഠിക്കുന്നതിന്റെ കാരണം പറയാം. ഇത് വെച്ചിട്ടാണ് അസിഡിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. അസിഡിറ്റി കേട്ടല്ലേ, CH3COH കേട്ടോ. ഓക്കെ, അടുത്ത വർഷത്തെ ക്വസ്റ്റൻ ആണ് HCOOH. ഇതിവിടെ നോക്കിയോ കേട്ടോ. ഇതിൽ ആരാ കാർബൺ ചെയിൻ, കാർബൺ ചെയിൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് അല്ലെ. ഇതെന്താ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ല അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ കാർബൺ ഉണ്ടോ, ഇല്ല. ഓക്കെ, ഇനി വേണ്ട, ഇനി അത് ഡൗട്ട് വേണ്ട. ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇവിടെ രണ്ട് കാർബൺ, ഇവിടെ ഒരു കാർബൺ അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് സ്ഥലത്തും COH ആണ്. ഇത് COH ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് ആക്ച്വലി, വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. ഇതാണ് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ. അടുത്ത വർഷത്തെ ഈ ക്വസ്റ്റിന്റെ ആൻസർ അടുത്ത വർഷത്തെ ഒരു ഇതിലും ഉണ്ടാവില്ല, ഇവിടെയാണ്, ഈ ചാപ്റ്ററാണ് കേട്ടോ. എന്നാൽ ഈ ചാപ്റ്ററിൽ ഉണ്ടോ, അതില്ല താനും. ഈ ചാപ്റ്റർ ബേസിക് ഐഡിയ പഠിച്ചിട്ട് അവർ വിടും കേട്ടോ. ഓക്കെ, അടുത്ത വർഷം അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ പക്ഷേ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇത് COH ആണ്, ഇതിന് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇത് പിടിച്ച് വലിക്കും, C ഡബിൾ ബോണ്ടോ അല്ലേ, ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുന്നതാണ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ആക്ച്വലി വരിക, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇനി ഈ ആൾക്കാർ എന്താ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വരുന്ന സമയത്ത് അസിഡിറ്റി കുറയും. അസിഡിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പൊ അതാണ് അടുത്ത വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താ, വിനെഗർ അല്ലേ, വിനെഗർ അല്ലെ. ഓർത്ത് അസറ്റിക് ആസിഡ് വിനെഗർ എന്ന് പറയുന്നതാണ്. വിനെഗറിന് മോർ അസിഡിക് ആയിരിക്കും ആരെക്കാളും, ഇതിനേക്കാളും. അപ്പൊ അതിന്റെ ആൻസർ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് എഴുതിയാൽ വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് എടുത്തെഴുതിയേ. എക്സാമ്പിൾ ഇതുപോലെ ഒന്ന് എഴുതണം കേട്ടോ. എക്സാമ്പിൾ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ താഴെ എക്സാമ്പിൾ കേട്ടോ. ഇവിടെ ഈ സിഗ്മ ബോണ്ട് കാണിക്കണം, ഈ സിഗ്മ ബോണ്ട്. എന്നിട്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ, ഇപ്പൊ എഴുതി കഴിഞ്ഞ ആൾക്കാർ എന്നിട്ട് ഒന്ന് പഠിച്ചു. പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട് കേട്ടോ. ഓക്കെ, പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട്. ഇല്ല, പൈ ബോണ്ടിൽ വർക്ക് ചെയ്യില്ല, സിഗ്മ ബോണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ എക്സാമ്പിളും കൂടി എഴുതി വെക്കണം കേട്ടോ.
ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് മാത്രം കേട്ടോ, ഈ മുകളിലത്തെ മാത്രം എഴുതി. ഇനി ഇതിന്റെ താഴെ എഴുതി വെക്കുക നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. ബ്രാക്കറ്റില് ഷോർട്ട് ഫോം ആയിട്ട് നെഗറ്റീവ് ഐ എഫക്ട്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് വേർഡിൽ എഴുതണം. എന്നിട്ട് ഇതുപോലെ ക്യാപിറ്റൽ കേട്ടോ, നെഗറ്റീവ് ഐ എഫക്ട്. ബ്രാക്കറ്റിൽ എഴുതണം നെഗറ്റീവ് ഐ എഫക്ട് കേട്ടോ. ഓക്കെ, നെഗറ്റീവ് ഐ എഫക്ട്. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ബ്രാക്കറ്റില് മൈനസ് ഐ എഫക്ട്. മൈനസ് ഐ എഫക്ട്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് വിത്തിൻ ബ്രാക്കറ്റില് മൈനസ് ഐ എഫക്ട്. മൈനസ് ഐ എന്നാണ് മിക്കപ്പോഴും എല്ലായിടത്തും എഴുതുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഈ രണ്ടും അറിഞ്ഞു വെക്കണം കേട്ടോ. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് വിത്തിൻ ബ്രാക്കറ്റില് മൈനസ് ഐ എഫക്ട്. മൈനസ് ഐ എഫക്ട് അവിടെ എഴുതി വെക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് such as NO2, Cl, Cn, COOH, etc. ഈ ഗ്രൂപ്പുകൾ വന്നാൽ എന്ത് ഇൻഡക്റ്റീവ് എഫക്റ്റാ? നെഗറ്റീവ് ഐ എഫക്റ്റ് ആണ്. ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, നെഗറ്റീവ് ഐ എഫക്ട് കേട്ടോ, ഓർത്ത് വെക്കാം. അതിന്റെ താഴെ ഒരു പോയിന്റ് എഴുതി വെക്കാം, അസിഡിറ്റി ഇൻക്രീസസ്. അസിഡിറ്റി ഇൻക്രീസസ്. അപ്പൊ മൈനസ് ഐ എഫക്ട് വന്നാൽ എന്തായിരിക്കും? അസിഡിറ്റി എന്ത് ചെയ്യും? അസിഡിറ്റി എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും അല്ലെ? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അസിഡിറ്റി ഇൻക്രീസസ്. അസിഡിറ്റി ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ക്വസ്റ്റൻ ഒന്ന് എഴുതി വെച്ചേ. എക്സാമ്പിൾ അടുത്ത വർഷത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു. ഇതിന്റെ പേരാണ് ഫിനോൾ. ഓർത്തു നോക്കുക, ഇത് പേരെന്താ? ഫിനോൾ. ബെൻസീനിക്കിന്റെ മുകളിൽ വെച്ചോ ഒന്ന് ഫിനോൾ. ദെൻ ഇതിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓച്ച് വരുമ്പോൾ ഫിനോൾ ആണ്. ഇത് ഇവിടെ NO2 കൊടുത്താൽ നൈട്രോഫിനോൾ കേട്ടോ. ഓർത്തു നോക്കുക, അസിഡിറ്റി ഹയർ ആണ് കേട്ടോ. ഓർത്തു നോക്കുക, അസിഡിറ്റി എന്ന് കൊടുക്കുക, എന്നിട്ട് ഇത് എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് ഇത് അസിഡിറ്റി ഹയർ ആവാൻ കാരണം? NO2 ഗ്രൂപ്പ് വരുമ്പോൾ കേട്ടോ. ഓർത്തു നോക്കുക, ഇതിന്റെ പേര് പാരാനൈട്രോഫിനോൾ, മോർ അസിഡിക് ആസ് കമ്പയർഡ് ടു ഫിനോൾ. എക്സ്പ്ലെയിൻ. അതാണ് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും നിങ്ങൾക്ക് വരാം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് NO2 ഗ്രൂപ്പ് വന്നാൽ എന്ത് വരും? നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. അത്ര എഴുതേണ്ട ആവശ്യമുള്ളൂ. NO2 ഗ്രൂപ്പ്, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, therefore അസിഡിറ്റി ഇൻക്രീസസ്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അസിഡിറ്റി എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ പേര് എഴുതണം കേട്ടോ, ഫിനോൾ. ഫിനോൾ. ഇതിന്റെ പേരെന്താ? പാരാനൈട്രോഫിനോൾ. പാരാനൈട്രോഫിനോൾ. പാര എന്താന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ, എത്താൻ പോണുള്ളൂ. പാരാനൈട്രോഫിനോൾ, ഓർത്തോ പാര അല്ലെ? ഇത് പാര, PARA കേട്ടോ, പാരാനൈട്രോഫിനോൾ. പൊസിഷൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് പ്ലസ് ഐ എഫക്ട്. പ്ലസ് ഐ എഫക്ട്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് വിത്തിൻ ബ്രാക്കറ്റില് പ്ലസ് ഐ എഫക്ട്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് വിത്തിൻ ബ്രാക്കറ്റില് പ്ലസ് ഐ എഫക്ട്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് പ്ലസ് ഐ എഫക്ട്. നേരെ തിരിച്ച് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ലൈക്ക് മീഥൈൽ, ഈഥൈൽ എക്സെട്ര. മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, അങ്ങനെ കേട്ടോ. ഓർത്ത് നോക്കാം. ആർ ഗ്രൂപ്പ്. മീഥൈൽ. മീഥൈൽ എന്ന് പറയുമ്പോൾ എന്താ? CH3 ഗ്രൂപ്പ് അല്ലെ? മീഥൈൽ. ഈഥൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? C2H5 അല്ലെങ്കിൽ എന്തായിരിക്കും? ആർ ഗ്രൂപ്പ്. ആർ എന്ന് പറയുമ്പോൾ കാർബൺ കാർബൺ ഗ്രൂപ്പ് കേട്ടോ. ഓർത്ത് നോക്കാം. ആർ ഗ്രൂപ്പ് എക്സെട്ര. അവിടെ എഴുതി വെക്കാം. അസിഡിറ്റി ഡിക്രീസസ്. അസിഡിറ്റി ഡിക്രീസസ്. അസിഡിറ്റി ഡിക്രീസസ്. അസിഡിറ്റി കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം, അസിഡിറ്റി ഡിക്രീസസ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഇവിടെ നോക്കിയോ കേട്ടോ. ഇവിടെ CH3 വരും. CH3 വന്നാൽ എന്ത് വരും? അസിഡിറ്റി കുറയും കേട്ടോ. ഓർത്ത് നോക്കുക, അത് ഫിനോൾ. ഫിനോളിനേക്കാളും അസിഡിറ്റി കുറവായിരിക്കും. മീഥൈൽ, പാരാമീഥൈൽ ഫിനോൾ കേട്ടോ. ഓക്കെ, CH3 ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കുറയും കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ അസിഡിറ്റി. ഇത് ഫിനോൾ. ഫിനോളിനേക്കാളും ലെസ് ആയിരിക്കും അസിഡിറ്റി കണ്ടോ. ഓർത്ത് നോക്കാം, ലെസർ. CH3 ഗ്രൂപ്പ് വന്നാൽ എന്തായിരിക്കും? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. എന്ത് പറയുന്നത് അപ്പൊ നമ്മള്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണോ? പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് അല്ലെ? പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, therefore acidity decreases.
CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കേട്ടോ. ചോദിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഹരി ചോദിച്ചു. ഇല്ല. ദെൻ അടുത്താണ് റെസൊണൻസ് കേട്ടോ. ഇതിന്റെ പേര് പാരാമീഥൈൽ ഫിനോൾ അല്ലെങ്കിൽ 4-മീഥൈൽ ഫിനോൾ. പാരാമീഥൈൽ ഫിനോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 4-മീഥൈൽ ഫിനോൾ കേട്ടോ. ഐയുപാക് നെയിം. ഇത് ഫിനോൾ, ഇത് 4-മീഥൈൽ ഫിനോൾ ഓർ പാരാമീഥൈൽ ഫിനോൾ. പാരാ പൊസിഷനിൽ CH2 വരുമ്പോൾ എന്ത് ചെയ്യും? കുറയും. നെക്സ്റ്റ് ഹെഡിങ് ആണ് റെസൊണൻസ് സ്ട്രക്ചർ. അടുത്ത ഹെഡിങ് എഴുതണം കേട്ടോ. റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്, ഓർമ്മയുണ്ടോ? എവിടെയാണ്? അതേ ഡെഫിനിഷൻ ആണ്. ഞാൻ ആ ചാപ്റ്റർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഫോർത്ത് ചാപ്റ്റർ അല്ലേ? ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഡൈപോൾ ഒക്കെ എഴുതിയില്ലേ? അതിന് തൊട്ട് മുമ്പ് റെസൊണൻസ് എഴുതിയിട്ടുണ്ട്. അതേ വേർഡ് തന്നെയാണ് ഇവിടെ കേട്ടോ. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതേ വേർഡ് തന്നെയാണ്. ഒന്ന് ഓർത്തു വെക്കുക, റെസൊണൻസ് സ്ട്രക്ചർ. ഡെഫിനിഷൻ എഴുതാട്ടോ. ദ റെസൊണൻസ് സ്ട്രക്ചർ ആർ ഹൈപ്പോതെറ്റിക്കൽ. The resonance structure are hypothetical. The resonance structure are hypothetical and individually do not represent. The resonance structure are hypothetical and individually do not represent any real structure. Individually do not represent any real structure. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. canonical structure, CANONICAL, canonical structure. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. Second point, the difference in energy between the actual structure and the lowest energy resonance structure. Actual structure and the lowest energy resonance structure is called the resonance stabilization energy. നിങ്ങൾ ആ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി മാത്രം ഉണ്ടല്ലോ ചെയ്തേ. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി, ആ വേർഡ് കിട്ടിയാലും മതി കേട്ടോ. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി. ഒരു പോയിന്റ് കൂടി എഴുതുക, തേർഡ് പോയിന്റ് കേട്ടോ. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി കേട്ടോ. തേർഡ് പോയിന്റ്, delocalization of pi electron is known as resonance. 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 കേട്ടോ, ഈ 3 പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ 3 പോയിന്റും നിങ്ങളെ കൊണ്ട് പറയാം, മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഒരു സ്ട്രക്ചർ വരക്കാം, എന്താണ് റെസൊണൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ ബെൻസീന്റെ റെസൊണൻസ് ആണ് ആദ്യം നോക്കുന്നത്. ബെൻസീന്റെ പേര് C6H6 അല്ലെ. അതിന്റെ സ്ട്രക്ചർ വരക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരക്കാറ്. ഈ ഓരോ ജംഗ്ഷനിലും നമുക്കറിയാം കാർബണും ഹൈഡ്രജനും ഒക്കെ ഉണ്ട്. ഡബിൾ ബോണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ അല്ലെ, കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും അല്ലെ. എപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഇവിടെ നിന്ന് ഇത് ഇപ്പുറത്തേക്ക് വരും, ഇത് ഇവിടെ വരും, ഇത് ഇവിടെ വരും അല്ലെ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും ആ സ്ട്രക്ചർ?
ഇപ്പുറത്തേക്ക് വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡി ലൊക്കലൈസേഷൻ, ഏറ്റവും ലാസ്റ്റ് വേർഡ് എടുക്കാം. ഡി ലൊക്കലൈസേഷൻ, അതിന്റെ മീനിങ് എന്താ? ലൊക്കേഷൻ മാറും. ഓഫ് ആരുടെയാണ്? പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പൈ ഇലക്ട്രോൺ. ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ ഈ ഇലക്ട്രോണിനെയാണ് പൈ ഇലക്ട്രോൺ. ഉണ്ടോ? അത് ഇപ്പുറത്തേക്ക് ലൊക്കേഷൻ മാറും. അതിനെയാണ് റെസൊണൻസ് വിളിക്കുന്നത്. അതാണ് ഏറ്റവും ലാസ്റ്റ് എഴുതിയത്. ഇനി സെക്കൻഡ് വേർഡ് എന്താ? എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ മാറണം? വെറുതെ ഇരുന്നാൽ പോരെ? എന്തിനാ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കണേ? എന്തായിരിക്കും? സ്റ്റെബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റെബിലിറ്റി, അല്ലെ? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? പൈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? മാറുന്നത്. കേട്ടോ? ഓർത്തോ, പൈ ഇലക്ട്രോൺ അതിന്റെ പൊസിഷൻ മാറുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതിന്റെ ലൊക്കേഷൻ എന്ത് ചെയ്യും? മാറ്റും, അല്ലെ? അതിന്റെ ലൊക്കേഷൻ മാറ്റും. ദേ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന, അല്ലെ, ഇപ്പൊ ഇയാളെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അല്ലെ? അതൊക്കെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് എന്താണ് ആക്ച്വലി, അല്ലെ? ഒന്ന് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇടികൂടാനൊക്കെ വരാം, അല്ലെ? അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? മാറാം, അല്ലെ? നമ്മൾ ചെറിയ ഇതിൽ പറഞ്ഞാണ്, ചെറിയ പിള്ളേരെ പറ്റിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്തായിരുന്നു ആക്ച്വലി? ഒരു മിഠായി ഒക്കെ ആണെങ്കിൽ ദേ ഈ മിഠായി വാങ്ങിക്കാനായിട്ട് ഇയാളൊരു കുഞ്ഞു വാവയാണ് ഓടി വരുന്നു, ഓക്കെ, അല്ലെ? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, ഇത് സിയാനിന് കൊടുക്കും. അപ്പോൾ പാവം സിയാന്റെ അടുത്തേക്ക് ചെല്ലുന്നു, ഹരി അത് പാസ് ചെയ്തു, അല്ലെ? അങ്ങനെ 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 പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. കേട്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സ്വീറ്റ് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലായി, അല്ലെ, അത് പെട്ടെന്ന് കിട്ടത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും? അയാൾ പോകും. അതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ? അപ്പൊ പൈ ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ആ ഏറ്റവും ലാസ്റ്റത്തെ വേർഡ് എന്താ? ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺ മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത് എന്തിനു വേണ്ടിയിട്ടാ അത് ചെയ്യുന്നത്? ബെൻസീന് സ്റ്റെബിലിറ്റി, അല്ലെ? പുറത്തൊക്കെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇത് ഒരു സ്ട്രക്ചറിൽ വരക്കാൻ പറ്റില്ല. ഈ കറങ്ങുന്ന ഫാൻ ഒറ്റ പിക്ചറിൽ നിങ്ങൾക്ക് വരക്കാൻ പറ്റുമോ? ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അത് കാണിച്ചാൽ റിയൽ ആണോ? അത് ആ സെക്കൻഡിൽ അവിടെ റിയൽ ആണ്, അല്ലാതെ, അല്ലെ, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കറങ്ങുന്ന ഫാന്റെ ഫോട്ടോ തന്നെ വേണം എന്ന് പറഞ്ഞാൽ പറ്റൂല. വീഡിയോ കിട്ടും, അല്ലെ? ഓക്കെ. അല്ലാതെ നമുക്ക് അതിന്റെ ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പിക്ചർ ആയിട്ട് വരക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്. ഒരു റെസൊണൻസ് ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ അത് റിയൽ അല്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, അല്ലെ? ഓക്കെ. ഈ ഫാന്റെ ലീഫ് എന്താണ്? ഡീലൊക്കലൈസേഷൻ ഓഫ് ലീഫ് എന്ന് പറയാം, അല്ലെ? ഒരു സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുക, അല്ലെ? ഓക്കെ. നമുക്കത് ഫീൽ ചെയ്യുന്ന റൗണ്ട് ആയിട്ടല്ലേ? ഓക്കെ. അതുപോലെയാണത്. ഇത് കടന്ന് കറങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? അതാണ് നമ്മൾ പറയുന്നത്. കണ്ടോ? ഓക്കെ. അപ്പോ റെസൊണൻസ് കാരണം ദേ ഇങ്ങനെ ഫീൽ ചെയ്യും. കണ്ടോ? ഓർത്ത് നോക്കുക. അത് കണ്ടോ? ഇങ്ങനെ ഫീൽ ചെയ്യും. ഓക്കെ. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ആയിട്ട് ഒരു വരുന്നത്. അപ്പൊ റെസൊണൻസ് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. കണ്ടോ? ഓക്കെ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? ആക്ച്വലി ഇതാണ് അവർ പറയുന്നത്. എന്ത് സ്ട്രക്ചർ എന്നാ വിളിച്ചത്? അതിന് ഹൈപ്പോത്തറ്റിക്കൽ ഓർ കാനോണിക്കൽ സ്ട്രക്ചർ. കേട്ടോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയേണ്ടത് ഇതാണ്. റെസൊണൻസിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആ വേർഡ് മുഴുവൻ പഠിച്ചോ. പക്ഷെ എനിക്ക് കിട്ടുന്ന 3 പോയിന്റുകളാണ്. റെസൊണൻസ് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ കാനോണിക്കൽ സ്ട്രക്ചർ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, അതിന്റെ പർപ്പസ് എന്താ? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി. ഇത് ഇങ്ങനെ കറങ്ങുന്നതിന്റെ കാരണം എന്താ? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി. തേർഡ് എന്താ? ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. അങ്ങനെ പറഞ്ഞു കിട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ പറഞ്ഞു 3 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഹൈപ്പോത്തറ്റിക്കൽ ഓർ കാനോണിക്കൽ ആണ്. സെക്കൻഡ് ഹരി പറഞ്ഞു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി. ഒന്നുകൂടി പറഞ്ഞേ. തേർഡ് ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. കേട്ടോ? ഓക്കെ. ദെൻ 3 പോയിന്റ് ഒരുമിച്ച് മീനാക്ഷി പറഞ്ഞു. സ്ട്രക്ചർ ഇല്ല. ഹൈപ്പോത്തറ്റിക്കൽ ഓർ കാനോണിക്കൽ സ്ട്രക്ചർ. പിന്നെ ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. 3 പോയിന്റ് ഞാൻ പറഞ്ഞു. കാനോണിക്കൽ സ്ട്രക്ചർ ഓഫ് പൈ ഇലക്ട്രോൺ. പിന്നെ പർപ്പസ് എന്താ? ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് സ്റ്റെബിലിറ്റി, അല്ലെ? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആണ്. അടുത്ത ആൾ പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനർജി. സ്ട്രക്ചർ. പിന്നെന്തായിരുന്നു? പറഞ്ഞു. ഡീലൊക്കലൈസേഷൻ. കാനോണിക്കൽ സ്ട്രക്ചർ. സ്റ്റെബിലൈസേഷൻ എനർജി. ഒരെണ്ണം കൂടിയുണ്ട്. ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. പറഞ്ഞു. ഓക്കെ. നിങ്ങളുടെ ഇതിൽ ഈ 3
ഇതുള്ളോ? യെല്ലോ, റെഡ്, ബ്ലൂ, ഗ്രീൻ ഉണ്ട് അല്ലേ? ഓക്കെ. പേരുകൾ വേറെ അല്ലേ? എന്തോ ഭയങ്കര പേരല്ലേ? ലയ, ലയ എന്നാണ്. ആ ആ, ഓ പാട്ടിന്റെ രാഗം. ലയ, ശ്രുതി, സ്വര. ഓ, ആരാ ജയിച്ചേ? അല്ലേ, ആയിട്ടില്ല. ക്രിക്കറ്റില് അല്ലേ? ലാസ്റ്റ് എല്ലാരും കൂടി വെച്ചിട്ട് ഒരു വലിയ സ്കോർ ബോർഡ് അങ്ങനെയൊക്കെ ഇല്ലേ? ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആണാ? ആ അമ്പോ, ഓ അത് കൊള്ളാം, അടിപൊളി. സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? അവരെ ചലഞ്ചായിട്ടൊക്കെ. ആ ആ, ഓ ആ. അപ്പൊ ഈ ഡിസിപ്ലിൻ ലീഡറിന്റെ ഡ്യൂട്ടി എന്താ? ഓ, ഒരേല് നിർത്തണോ? ആ, ബ്ലൂ തകർത്ത്. ക്രിക്കറ്റ് റെഡിന് കിട്ടി, നിങ്ങൾക്ക് കിട്ടി. നല്ല കാര്യമാണ്. ആണോ? പറഞ്ഞു, അത് പറഞ്ഞാൽ മതി. താങ്ക് യു കേട്ടോ. അപ്പോൾ റെസണൻസ് നമ്മൾ ഇവിടെ വരെ നോക്കി. ഇനി നമുക്ക് റെസണൻസിൽ 2 ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് റെസണൻസ് എഫക്ട്, പ്ലസ് ആർ എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് റെസണൻസ് ഉണ്ട്. അത് ഹെഡിങ് ഇല്ല കേട്ടോ. പോസിറ്റീവ് റെസണൻസ് എഫക്ട്, പോസിറ്റീവ് റെസണൻസ് എഫക്ട്, പ്ലസ് ആർ എഫക്ട്, പോസിറ്റീവ് റെസണൻസ് എഫക്ട്, പ്ലസ് ആർ എഫക്ട്. ഇതൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഒരു എക്സാമിന് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ കുറെ എഴുതേണ്ടി വരും കേട്ടോ. കാരണം +2 ഈ റെസണൻസ് ഡീറ്റെയിൽ ആണ്. എല്ലാ ചാപ്റ്ററും ഉണ്ട്, എല്ലാ ചാപ്റ്ററും ഉണ്ട്. +2 ഓർഗാനിക്കൽ എല്ലാ ചാപ്റ്ററും, ഞങ്ങളാ ഉദ്ദേശിച്ചത് ഓർഗാനിക്കൽ അല്ല, എല്ലാ ചാപ്റ്ററുകളിലും റെസണൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ബേസ് കിട്ടണം, നമുക്ക് വരച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് എഴുതി പോസിറ്റീവ് റെസണൻസിന്റെ അവിടെ ഡെഫിനിഷൻ വേണ്ട, എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. അനലിനാണ് കേട്ടോ. പോസിറ്റീവ് റെസണൻസ് എഫക്ട് ഹെഡിങ്, പോസിറ്റീവ് റെസണൻസ് എഫക്ട് കേട്ടോ, ഹെഡിങ് കൊടുക്കും. അനലിൻ ഞാൻ വരച്ച് കാണിച്ചു തരാം, നമ്മളതൊക്കെ പറഞ്ഞു കേട്ടോ. എക്സാമ്പിൾ അനലിൻ, അനലിൻ NH2. ഇനി നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഒരു മിനിറ്റ്. ഇത് നീളത്തില് റെസണൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാണാതെ എഴുതിയാൽ മതി. ശ്രദ്ധിച്ചിരിക്കാം. നൈട്രജന് ഔട്ടർമോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? നൈട്രജൻ 7 ആണ്, 2,5 2,5. അതില് 2 ഇലക്ട്രോൺ ഹൈഡ്രജൻ അത് എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. ആണോ? ഇവിടെ ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തു. ഒരെണ്ണം എന്ത് ചെയ്യും? ബെൻസീൻ, ഒരു ബോണ്ട് വേണ്ടേ ബെൻസീനായിട്ട്? അപ്പൊ എത്രയാവും? 3. ബാക്കി റിമൈനിങ് എത്രയുണ്ടാവും? 2. അതാണ് ലോൺ പെയർ. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ആയിട്ട് എത്ര ഉണ്ട്? 2. ഇപ്പൊ ടോട്ടൽ നൈട്രജൻ എത്രയുണ്ട്? 5. അതില് ഹൈഡ്രജൻ 2, ബെൻസീനായിട്ട് 1. അപ്പൊ എത്രയുണ്ട്? 2. അതാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺസ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കുറച്ച് സമയത്ത് ബെൻസീനിലേക്ക് അത് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ്. ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ്. ഇപ്പൊ സ്വയം പേന കൊണ്ടൊന്നുണ്ടായില്ല. അപ്പൊ ഈ ബാഗിലിരിക്കുന്ന അതെ ഇയാളുടെ ഒരു പേനയുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അല്ലെ, എക്സ്ട്രാ പേന അയാളുടെ ബാഗിലിരിപ്പുണ്ട്, തനിക്ക് തന്നില്ല. അതെന്തോ ഇതല്ല, അത് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? തരും അല്ലെ. എന്ന് കരുതിയിട്ട് അയാൾ അവിടെ നിന്ന് പേന എടുത്തിട്ട് സ്വയം മൂത്തിട്ട് എറിയോ? ഇല്ല അല്ലെ, ഇതുകൊണ്ട് അപകടമാവും. അതുകൊണ്ട് അടുത്ത ആൾക്ക് കൊടുക്കും. അയാൾക്ക് ആവശ്യമുള്ള കാരണം ഓൾറെഡി ഒരു പേനയുണ്ട്. അയാൾ മീനാക്ഷി ഇവിടെ എത്തി അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എത്തില്ലേ. ഇനി അത് കഴിഞ്ഞ് ഈ ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് അതുപോലെ തന്നെ അല്ലെ, തിരിച്ച് അയാൾ കൊടുക്കും അല്ലെ. സമ്മതിക്കില്ല ഉണ്ടോ? അപ്പോ അങ്ങനെ കൊടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ പോസിറ്റീവ് റെസണൻസ്. അപ്പൊ അവിടെ NH2ന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇപ്പൊ നോക്കി 2 ഇലക്ട്രോൺ. അത് ആർക്ക് കൊടുക്കാൻ പോവാണ്? നമ്മുടെ ബെൻസീൻ. എന്തിനാണ് കൊടുത്തത്? ബെൻസീനില് ഡബിൾ ബോണ്ട് വന്നാൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ആണ് ആക്ച്വലി വരുന്ന സമയത്ത്. അങ്ങനെ വരുമ്പോ ഇത് ഡൊണേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിച്ചു വരും. ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ റെസണൻസ് ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞുതരാം.
റെസണൻസ് ഇവിടെ ശ്രദ്ധിക്കാം. ഇത് പഠിക്കുമ്പോ ആദ്യം പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, ടോട്ടൽ എത്ര സ്ട്രക്ചർ വരുന്നത്? 5. അതിൽ ഫസ്റ്റ് ലാസ്റ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ ബോണ്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും? ആ ബോണ്ട് ഒന്ന് മാറി കഴിയുമ്പോ ഇതിവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഡബിൾ ബോണ്ട് വരാം. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഡബിൾ ബോണ്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ഷിഫ്റ്റിന്റെ ഇടയിൽ ഇത്രയും ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്. അതാണ് നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഇലക്ട്രോണിന് 2 ഇലക്ട്രോൺസ് ആണ്. ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ഒരു റെഡ് കളറിലെ ഇലക്ട്രോൺ കണ്ടോ? ഇവിടുത്തെ റെഡ് കളറിലെ ഇലക്ട്രോൺ ഈ ഇതിനെ കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇവിടെ നിന്ന് 1 ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 1 ഇലക്ട്രോൺ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ വരും. അവിടെ നിന്ന് ഇവിടേക്ക് എത്തും, ഈ ഒരു പോയിന്റിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. NH2 ഇവിടെ ഒരു ബോണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. 1 ഇലക്ട്രോൺ മാറി ഇവിടെ എത്തി. കണ്ടോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ മുകളിലത്തെ ഇലക്ട്രോൺ ഇവിടെ എത്തി, ഇവിടേക്ക് എത്തി അല്ലെ. നേരത്തെ ഇയാൾ പേന കൊടുത്ത് ഇവിടെ എത്തിയ പോലെ ഈ ജംഗ്ഷനിൽ എത്തി. തൊട്ടടുത്ത ആൾക്ക് കൊടുത്തു, മനസ്സിലായി? അങ്ങനെ എടുക്കുമ്പോ അയാളുടെ കയ്യിൽ അല്ലെ തന്റെ സ്വന്തം പേനയില്ലേ, അതാണ് ഈ കാണുന്ന ഇലക്ട്രോൺ. ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ഇല്ലേ, ഓർത്തോക്കുക. ഈ ഇലക്ട്രോൺ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും, മനസ്സിലായി? ഈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, കണ്ടോ? ആ ബോണ്ട് എന്ത് ചെയ്തു? ഇലക്ട്രോൺ എന്ത് ചെയ്തു? നൈട്രജനിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടിയപ്പോ അല്ലെ ഇത്രയും സമയം ഇവര് അല്ലെ നോക്കി വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കൊടുത്ത സമയത്ത് ആ ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അപ്പൊ ഈ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇല്ലേ, കണ്ടോ? ആ ഇലക്ട്രോൺ ഈ ബ്ലാക്കിൽ ഒരു ഇലക്ട്രോൺ കണ്ടോ? അവര് തമ്മിൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. ഇത് ഈ ഡോട്ട് കണ്ടോ? ആ ഡോട്ടും ഈ റെഡും കൂടി ബോണ്ട്. അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നു, ഇവിടെ നെഗറ്റീവ്. ബാക്കി ബോണ്ടൊക്കെ സെയിം തന്നെ. അപ്പോ നൈട്രജന്റെ 1 ഇലക്ട്രോൺ എവിടെ എത്തി? ഇവിടെ എത്തി. അങ്ങനെ എത്ര സമയത്ത് ഇത് കണ്ടോ? ഈ റെഡ് കളറുള്ള ഇലക്ട്രോൺ ഇല്ലേ, അത് തമ്മിൽ എന്ത് ചെയ്തു അല്ലെ? ഒരു പെയർ ആയിട്ട് അവിടെ വന്നു. അപ്പോ നെഗറ്റീവ് അവിടെ മനസ്സിലായി? ദെൻ ഇപ്പൊ ഇവിടെ എന്ത് തോന്നുന്നു കണ്ടോ? ക്ലിയർ അല്ലേ? ഇനി ഈ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പോവാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഈ ഇലക്ട്രോൺ പെയർസ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പില് ഈ ഇലക്ട്രോൺ ഇവിടേക്ക് എത്തും, ശരിയല്ലേ? അവിടെ നിൽക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഇതിൽ ശ്രദ്ധിച്ചറിയാം, ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാർബണിന്റെ വാലൻസി എത്രയായിരുന്നു? കാർബണിന്റെ എല്ലായിടത്തും എത്രയാ? 4 ആണ്. കാർബണിന്റെ വാലൻസി എത്രയാ? 4. അങ്ങനെ 4 വരുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഇട്ടു എന്ന് വിചാരിക്കാം. ഇവിടെ ഇലക്ട്രോൺ 2 ഇലക്ട്രോൺസ് കൊടുക്കും. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ മോഡില് ഡബിൾ ബോണ്ട് കൊടുക്കാൻ പറ്റുമോ? ഡബിൾ ബോണ്ട് അടുത്ത് വരാനായിട്ട് പാടില്ല. കാരണം എന്താ? അങ്ങനെ അടുത്ത് വന്ന കാർബൺ എത്രയാവും വാലൻസി? ഇപ്പൊ ഞാൻ ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു. അങ്ങനെയാണെങ്കിൽ കാർബൺ എത്രയാവും വാലൻസി? 1 2 3 4 5 5 പറ്റുമോ? പറ്റുമോ? അങ്ങനെ ഇല്ല. അപ്പൊ അത് പറ്റൂല, അതാണ് പറഞ്ഞത്, മനസ്സിലായി? പുറത്തു ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ. അടുത്തടുത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഒരിക്കലും ഏത് പൊസിഷനിൽ വരില്ല? ഈ ഒരു പൊസിഷനിൽ ഈ ഇലക്ട്രോൺസ് വരില്ല. ഈ ഇലക്ട്രോൺ അടുത്തത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ എവിടെയായിരിക്കും ഡബിൾ ബോണ്ട് കൊടുക്കുക? ഈ റൗണ്ടിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? ഒന്ന് പറയാം, നിങ്ങൾ പറയാം. ഡബിൾ ബോണ്ട് അടുത്തടുത്ത് കൊടുക്കാൻ പാടില്ല, നെഗറ്റീവിന്റെ അടുത്ത് കൊടുക്കാൻ പാടില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ഉണ്ട്. അപ്പൊ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? കറക്റ്റ് സൈഡിൽ കൊടുക്കും അല്ലെ? സൈഡിൽ കണ്ടോ? ഇയാള് പറഞ്ഞു കറക്റ്റ്, സൈഡിൽ കൊടുക്കാം, ശരിയല്ലേ? 2 ഡബിൾ ബോണ്ട് എന്തായാലും ഇതിനകത്ത് വരും. ഇനി അടുത്ത പൊസിഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് മോൾഡ് NH2. ഈ ഇലക്ട്രോൺസ് ഈ പൊസിഷനിൽ പറ്റില്ല. എവിടെയാണ് ഇലക്ട്രോൺസ്? നെഗറ്റീവ്. ഇനി എവിടെയായിരിക്കും ഡബിൾ ബോണ്ട് കൊടുക്കുന്നത്?
ഇവിടെ കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? നെഗറ്റീവിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ പറ്റുമോ? അടുത്ത എവിടെ കൊടുക്കാൻ പറ്റും? ഈ സൈഡ് ഉണ്ടോ? ഈ സൈഡിൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇത് മുകളിലേക്ക് പഴയതുപോലെ എത്തും കണ്ടോ? അതാണ് മുകളിലേക്ക് എത്തുന്നത്. പഴയതുപോലെ എത്തുമ്പോ ഈ ഇലക്ട്രോൺ മുകളിലേക്ക് എത്തുമ്പോ ആ ഡബിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു? ഇത് കണ്ടോ? ഈ സൈഡായില്ലേ? ഇവിടെ എന്ത് ചെയ്യും? വീണ്ടും ഡബിൾ ബോണ്ട് വരും. ശരിയല്ലേ? ഈ ബോണ്ട് അവിടെ അനങ്ങുന്നില്ല. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ എന്ത് പറ്റും? അവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പുറം വരെ എത്തുന്ന എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഈ മുകളിലത്തെ ഇലക്ട്രോൺ കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് എത്തും. ശരിയല്ലേ? ഉണ്ടോ? ഓക്കെ. ഈ ടോപ്പിലെ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരെ എത്തും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊണൻസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റെസൊണൻസ്. അപ്പോ ഇത് മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കൂളിൽ വരയ്ക്കുന്നത് മുഴുവനും ആരോ വെച്ചതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോൺ അങ്ങനെ നോക്കി പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പഠിക്കണം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇപ്പൊ മെത്തേഡ് മനസ്സിലായല്ലോ. ഇലക്ട്രോൺ എങ്ങനെ ബ്രേക്ക് ചെയ്തെന്നുണ്ടല്ലോ. ഓക്കെ. എന്തിന് ബ്രേക്ക് ചെയ്തു? എന്തിന് ബ്രേക്ക് ചെയ്തു? ഇത് ഡൊണേറ്റിംഗ് ആണ്. ഡൊണേറ്റിംഗ് ആണ്. NH2 എന്താണ്? ഡൊണേറ്റിംഗ്. അങ്ങനെ ഡൊണേറ്റിംഗ് വരുന്ന സമയത്ത് ബെൻസീൻ എന്ത് ചെയ്യും? അതിനെ പിടിച്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്ന് കറക്കി കൊണ്ടുപോകും കേട്ടോ. ഓക്കെ. ഒന്ന് കറങ്ങി ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചവിടെ തന്നെ എത്തണം. ഇവിടെ തന്നെ എത്തണം കേട്ടോ. ഓക്കെ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഇയാളാണ് പേന ഡൊണേറ്റ് ചെയ്യുന്ന ആള്. അയാളുടെ വേൾഡിൽ ഏറ്റവും വലിയ പേനയുടെ പേരെന്താണ്? വലിയ പേരൊക്കെ ഉണ്ടല്ലോ. ആ, പാർക്കർ അല്ലാതെ അതിനേക്കാളും വലിയ പേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പേന ഉണ്ടെന്ന് എഴുതാം. മൗൺ ബ്ലാക്ക് അങ്ങനെ സാധനം അല്ലെ? ആ, ഷീബ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? മൗൺ ബ്ലാക്ക് ഷീബ. അപ്പൊ അങ്ങനെ ഒരു പേനയാണ് അയാളുടെ കയ്യിലുള്ളത് എഴുതാം നോർമലി കേട്ടോ. ഓക്കെ. അപ്പൊ അയാള് ഇയാൾക്ക് എഴുതാൻ കൊടുക്കുകയാണ്. പക്ഷെ അല്ലേ അയാൾ എന്റേതാണ് ആദ്യം തരുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്റെ പേന എടുത്ത് കൊള്ളാം. ഇയാളുടെ പേനയിൽ ഒന്ന് എഴുതിയൊക്കെ നോക്കി എന്നിട്ട് അടുത്താക്കി കൊടുക്കുന്നു. അയാളും അല്ലെ ഒന്ന് എഴുതി. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ശരിയല്ലേ? ഇത് നോക്കിയേ. ഇവിടുന്ന് ഇലക്ട്രോൺ എവിടേക്ക് എത്തി? ഫസ്റ്റ് പൊസിഷൻ. ഈ പൊസിഷന്റെ പേരാണ് ഓർത്തോ. ഈ പൊസിഷന്റെ പേരാണ് ഓർത്തോ. ഓപ്പോസിറ്റ് വന്നാൽ അതിന്റെ പേരാണ് പാനൽ. ഓർത്തോ. ഇത് അടുത്തല്ലേ? അതും എന്താണ്? ഓർത്തോ. അപ്പൊ ഈ നെഗറ്റീവ് പോകുന്ന പൊസിഷൻസുകൾ എവിടേക്കാ? ഓർത്തോ ആൻഡ് പാനൽ. ഓർത്തോ ആൻഡ് പാനൽ. അപ്പൊ ഈ NH2 ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. NH2 ഗ്രൂപ്പിന്റെ അടുത്തുള്ള പൊസിഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഓർത്തോ. ഓപ്പോസിറ്റ് ഉള്ളതിനാ പാനൽ കേട്ടോ. ഞാനത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ആണെന്ന് പറഞ്ഞു. ഈ NH2 ഇല്ലേ? ഇത് ഓർത്തോ. ഇതും ഓർത്തോ. ഓപ്പോസിറ്റ് വരുന്ന പാനൽ. ഇത് അല്ലെ? ഇതിനെ മെറ്റ. ഇതിനെന്താ വിളിക്കുന്നത്? മെറ്റ. ഓക്കെ. ഈ രണ്ട് പൊസിഷൻ. ഇപ്പൊ നെഗറ്റീവ് ഇല്ലാത്ത ആ പൊസിഷന്റെ പേരെന്താ? മെറ്റ. അപ്പോ ഇത് ജനറലി ഓർത്തോ പാരാ ഡയറക്റ്റീവ് ആണ് അല്ലെ? വൈ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇലക്ട്രോൺ എവിടെയൊക്കെ ഉള്ളത്? ഓർത്തോ ആൻഡ് പാരാ കേട്ടോ. ഓക്കെ. അപ്പോ ഇതേ ഗ്രൂപ്പ് തന്നെയാണ് ഫിനോളിനും എല്ലാത്തിനും നമ്മൾ ഈ ക്ലിയർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് വരുന്നത്. ഈ സ്ട്രക്ചർ ഇതുപോലെ ആണ് നമ്മൾ വരക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വരച്ചാൽ മതി. വരക്കല്ലേ? അത് നമുക്കൊരു കാര്യമുണ്ട്. ഈ ഇലക്ട്രോൺ മൂവ്മെന്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ എവിടെ എത്തിയെന്ന് നോക്കിയേ. അവിടെ അല്ലേ? അപ്പൊ എങ്ങനെ കാണിക്കും? ഈ ഇലക്ട്രോൺ മൂവ്മെന്റ് ഇത് ഇങ്ങനെ കാണിക്കാം അല്ലെ? ഓക്കെ. ആ, ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ്മെന്റ് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നിന്ന് എവിടേക്ക് എത്തി? ഇത് ഇവിടെ എത്തി അല്ലെ? ഇവിടെ നിന്ന് ഉണ്ടോ? ഇനി ഇത് എവിടെ എത്തി? ഇവിടെ എത്തി. ഇവിടെ ഉണ്ടോ? ഇനി വേറൊരു കാര്യമുണ്ട്. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയല്ലേ ചെയ്തേക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇതിന്റെ മുകളിൽ പ്ലസ് വരും. ഉണ്ടോ? പ്ലസ്. അതുകൊണ്ടാണ് നമ്മൾ ഹെഡിങ് എന്താ എഴുതിയതെന്ന് പറഞ്ഞേ? പോസിറ്റീവ് ആർ എഫക്ട്. പ്ലസ് ആർ എഫക്ട് എന്ന് പറയാൻ കാരണം അതാണ്. അതിന് മുകളിൽ മുഴുവൻ പ്ലസ് ആയിരിക്കും. ഇൻ ബിറ്റ്വീനിൽ എന്തായിരിക്കും? ഇൻ ബിറ്റ്വീനിൽ എന്തായിരിക്കും? കണ്ടോ? ഇൻ ബിറ്റ്വീനിലൊക്കെ നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ? ഓക്കെ. നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി പൊസിഷൻസുകളൊന്നും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. NH2 ഈ പൊസിഷൻ എന്താ വിളിക്കുന്നത്? ഓർത്തോ കേട്ടോ. ഓക്കെ. ഇതെന്തായിരിക്കും? ഓർത്തോ. ഇതെന്തായിരിക്കും? പാര. ഇതെന്തായിരിക്കും? മെറ്റ കേട്ടോ. നമ്മൾ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഓർത്തോ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഓർത്തോ മെറ്റ പാര. ആദ്യം ഒന്ന് എഴുതി വെച്ച് ഇതുണ്ടോ? ഈ NH2 ഗ്രൂപ്പിന് വരും വേറെ ഏത് ഗ്രൂപ്പ് വരാം കേട്ടോ. ഓക്കെ. അതെല്ലാം എന്താണ്? ഓർത്തോ പാരയൊക്കെയാണ് കേട്ടോ.
ഇതിന്റെ ഏതാണ് ഓർത്തോ? ഇത് രണ്ടും ഇതെന്താണ്? പാര. ഇതെന്തായിരിക്കും? ഓർത്തിരിക്കാൻ വേണ്ടി അല്ലെ, നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ നമ്മൾ ഇന്ന് ഓർത്തിരിക്കും അല്ലെ, അതാണ് ഓർത്ത് കേട്ടോ അല്ലെ. നമ്മള് പാരന്റ്സിനേക്ക് ഒന്ന് ഓർത്തിരിക്കില്ലേ അല്ലെ, പാരന്റ്സിനേക്ക് എന്തിരിക്കും ഓർത്തിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പാര എന്നൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു വേർഡുണ്ട്, പാര. പാര ഓപ്പോസിറ്റ് ആയിട്ട് പണിയൊക്കെ തരുന്ന ആൾക്കാർ പാര അല്ലെ. ഓക്കെ, ചില സ്ഥലത്തൊക്കെ അനിയന്മാര് ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അവൻ ഉറങ്ങാണ് പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് പാര വെച്ചു എന്നൊക്കെ പറയും. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് പണി തരുന്ന ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? പാര, ഓപ്പോസിറ്റ് പാര അല്ലെ. ഇൻ ബിറ്റ്വീൻ മെറ്റ, വല്ലപ്പോഴും കണ്ടാലായി അങ്ങനെയുള്ള ആൾക്കാരെയാണ് മെറ്റ. ഇൻ ബിറ്റ്വീൻ അല്ലെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് വല്ലപ്പോഴും കാണുന്ന സമയത്ത് വെക്കുന്ന മെറ്റ അല്ലെ. നമ്മൾ സ്കൂളിലൊക്കെ ആയാലും നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് എന്തെങ്കിലും പണി തന്നവരെയും മറക്കൂല അല്ലെ. എന്തെങ്കിലുമൊക്കെ പണി ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ചെറിയ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു പെൺകൊച്ച് എന്റെ പേര് ആവശ്യമില്ലാതെ എഴുതിയിട്ട് എനിക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഈ ഇതില്ലേ വർത്താനം പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഇടുന്ന ആളെന്ന് പറഞ്ഞൊരു ക്ലാസ് ലീഡറുണ്ട്. ആ ക്ലാസ് ലീഡർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല, പണി തരാൻ വേണ്ടിട്ട് എന്റെ പേര് എഴുതി വെച്ചു. അങ്ങനെ പേര് എഴുതി വെച്ചിട്ട് അത് സംഭവിച്ചെന്താന്ന് വെച്ചാലേ, ഈ ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊച്ചു വന്നിട്ട് ഇങ്ങനെ പേരെഴുതുന്ന സമയത്ത് സാധാരണ അങ്ങനെ വരാറില്ല. തല്ലിയുന്ന ഒരു സാറുണ്ട് അവിടെ, ആ സാറ് വരാറില്ല. അപ്പൊ വെറുതെ വരുന്ന സമയത്ത് പേരെഴുതട്ടെ ഇങ്ങനെ എഴുതിക്കൊന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, മനസ്സിലായി. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ആ വലിയ സംഭാഷണമൊന്നും ഇല്ലാത്ത ഒരു സമയം വരുന്നെങ്കിൽ ഈ വിദ്യാർത്ഥി എഴുതുന്ന സമയത്ത് പേരെഴുതി, മനസ്സിലായി, പേരെഴുതി. വേറെ നമ്മുടെ അപ്പുറത്തേക്ക് ഉണ്ടാവും, ഒരു എഴുതി കഴിഞ്ഞാൽ പിടിച്ചിരിക്കും അത് കഴിഞ്ഞ് തല്ലേക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരെഴുതാതെ നമ്മള് പേര് എഴുതി വെച്ച് ഫസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് തല്ലണം സാറുണ്ട്. കാരണം അത്രയോ വടികൾ ആയിട്ടാ വരാം, പുള്ളിക്കാരത്ത് അത്രയും ഹൈറ്റുള്ള വടിയായിട്ടാ വരാം. ആ സമയത്ത് തന്നെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായി. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായി. അപ്പൊ ഓൾറെഡി അടിച്ച് ചെയ്യും. അപ്പൊ അത് ഇങ്ങനെ ഓർത്തിരിക്കും. അപ്പൊ പണിയാന്നല്ലേ. പിന്നെ നല്ല നമ്മൾ അധികം ഇന്ററാക്ട് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ അല്ലെ കോർപ്പറേറ്റിൽ അറിയാം, ഓർമ്മയുണ്ട് നല്ല രീതിയിൽ വരും. അത് മെറ്റ കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വരയ്ക്കണം. അതൊന്ന് വരച്ചാൽ പെട്ടെന്ന് വരാം കേട്ടോ. ബസ്സാർ എഫക്റ്റ് ആണ് കേട്ടോ, ബസ്സാർ എഫക്റ്റ്. ഇത് വരച്ചു കഴിഞ്ഞ ആൾക്കാർ കേട്ടോ എടുത്തൊന്ന് പറയണം. അടുത്ത ഫിനോളിന്റെയാണ്, സെയിം ഇത് തന്നെയാണ് ഫിനോൾ. ഇത് വരച്ചു കഴിഞ്ഞ ആൾക്കാരെന്ന് പറയാം കേട്ടോ. അങ്ങനെ എന്താ ചെയ്യുന്നത്, ഫിനോളിന്റെ വരക്കുന്ന സമയത്ത് ഇതിന് മെത്തേഡ് പഠിക്കണം. എന്തായിരുന്നു ആദ്യം നെക്സ്റ്റ് നമുക്ക് വരെ ഇനി വായിച്ചു ഇലക്ട്രോൺ തൊട്ടത്ത് അതുപോലെ 5 എണ്ണം ഒരുമിച്ച് വരണം. അതിന്റെ അകത്തൊക്കെ കൊണ്ട് വരരുത്, എന്ത് വരണം ബോണ്ട് ഇല്ലാതെ മനസ്സിലാക്കാൻ പറയാം. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരണം. ഇത് 2 എണ്ണം വരണം. എന്നിട്ട് ബാക്കി ഇത് പഠിക്കണം. 5 സ്റ്റെപ്പാണ് അല്ലെ. ഇത് പറഞ്ഞു ഇതേ സ്ട്രൈറ്റ് ഔട്ട് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, അതിന്റെ ബാക്കിയുള്ളത് വെറുതെ ലാസ്റ്റ് ഫസ്റ്റ് ലാസ്റ്റ് അതുപോലെ തന്നെ ഫിനോൾ ആണോ ഉണ്ടാവും. ഫസ്റ്റ് കണ്ടോ അതുപോലെ ആദ്യം ഇവിടെ വരും.
ലാസ്റ്റിൽ എങ്ങനെയായിരിക്കും വ്യത്യാസം വരുന്നത്? മറ്റേതിന്റെ പോലെ ആ ബോണ്ട് മാത്രമാണ് കേട്ടോ. അതുപോലെ ഫസ്റ്റ് ലാസ്റ്റ് ബാക്കിയാണ് ബോണ്ട് ഇല്ലാതെ എല്ലാം ബോണ്ട് ഇല്ലാതെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഫസ്റ്റ് കോഴ്സ് അല്ലേ? ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. കാണാതെ വരയ്ക്കുന്നതാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുന്ന മെത്തേഡ് പഠിക്കാൻ നോക്കുക. സ്കൂളിൽ എടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ വെച്ച് തന്നെയായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എറർ വരും നിങ്ങൾക്ക്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇതേ ഫോർമാറ്റ് ഒരെണ്ണം പഠിച്ചാൽ മതി, അത് മര്യാദ കിട്ടും. അതേ ഫോർമാറ്റില് വരയ്ക്കുന്നത്. ഫസ്റ്റും ലാസ്റ്റും ആദ്യം വരക്കണം, എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റും ലാസ്റ്റും. കാരണം നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയണം? ഇത് കണ്ടോ, ഫസ്റ്റും ലാസ്റ്റും. ഇതാണ് ഫിനിഷിംഗ്. ഇത് ഫസ്റ്റിൽ തുടങ്ങി ലാസ്റ്റിൽ അവിടെ അവസാനിച്ചേക്കണം. ഇനി വരക്കേണ്ടത് നിങ്ങൾ ആ മെത്തേഡ് തെറ്റിക്കല്ലേ. ഇത്രയും വരെ വരക്കാം കേട്ടോ, വേറെ വരക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ ചെയ്യും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കുന്ന ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എറർ വരില്ല. ഇത്രയും വരച്ച എല്ലാവരും വരച്ചോ? ഇനി ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇതിന്റെ മോളിൽ എല്ലാത്തിലും എന്തുണ്ട്? പ്ലസ് ഉണ്ട് അല്ലെ? മുകളിൽ എല്ലാത്തിലും പ്ലസ് ഇല്ലേ? അതുപോലെ ഇവിടെ നോക്കിയേ, OH 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 ആണോ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ചേ. ഇവിടെ എല്ലാം എന്ത് കൊടുക്കണം? പ്ലസ് പ്ലസ് പ്ലസ്. അത്രയും ചെയ്തേ. മുകളിൽ എല്ലാത്തിലും പ്ലസ്. ഇനി എന്ത് ചെയ്യണം? ഈ മൂന്നെണ്ണത്തിലാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. എവിടേക്കായിരിക്കും? ഓർത്തോ, പാരാ, ഓർത്തോ. ഉണ്ടോ? ഒന്ന് നോക്കിയേ. ഓർത്തോ, പാരാ, ഓർത്തോ. ഉണ്ടോ? ഓർത്തോ, പാരാ, ഓർത്തോ. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരണം. ഉണ്ടോ? ഓർത്തോ, പാരാ, ഓർത്തോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ഉണ്ടോ? ഇത് കണ്ടോ? ഫസ്റ്റില് ഈ നെഗറ്റീവ് വന്ന സ്ഥലത്ത് ഡബിൾ ബോണ്ട് ഇല്ല. അപ്പൊ എവിടെയായിരിക്കും പിന്നെ വരുന്നത്? കണ്ടോ? ഈ ബാക്കി രണ്ടും അതുപോലെ തന്നെ അല്ലേ? ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇനി ഇവിടെ പ്ലസ് വന്ന ഡബിൾ ബോണ്ട് കൊടുക്കാം. ഓക്കെ, രണ്ട് സൈഡിലേ കൊടുക്കാം. അടുത്തടുത്ത് വരാൻ പാടില്ലല്ലോ. ഓക്കെ, ഇനി എവിടെയായിരിക്കും? ഇവിടെ നെഗറ്റീവ് വന്നാൽ എവിടെയായിരിക്കും? ഇതും മാർക്കായി കേട്ടോ. ഇനി ആരോ എന്ന് പറയുന്നത് പെൻസിൽ വെച്ച് ടുവേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഇവിടെ നിന്ന് നെഗറ്റീവ് എവിടെ നിന്നാണോ അവിടെ നിന്ന് അടുത്ത പൊസിഷനിലേക്കാണ് ആരോ വരിക. ഓർത്തോ, ആരോ എപ്പോഴും അടുത്ത പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ആരും പിന്നീട് ആരും പഠിച്ചാൽ മതി. ഇത്രയും കറക്റ്റ് ആക്കിയിരിക്കാം കേട്ടോ. ഇത്രയും കറക്റ്റ് ആക്കിയിരിക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ഈ ടോപ്പില് പ്ലസ് എന്നുള്ളതെല്ലാം മൈനസ് ആകും. ഇവിടെ മൈനസ് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവും പ്ലസ്. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.